അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅല ആലി മുഹമ്മദ്. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അള്ളാഹുവിൽ നിന്നുള്ള രക്ഷയും സമാധാനവും നമ്മിലേവരിലും വർഷിക്കുമാറാകട്ടെ. വളരെ സുപ്രധാനമായ ഒരു ക്ലാസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതിൽ നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് എന്ന് എനിക്കറിയാം. ഈ ദിവസം നിങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ എഴുതി വയ്ക്കുക. ജൂൺ 12, 2021, ജൂൺ 12, 2021 അറിയപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവായിരിക്കും ഇൻഷാ അല്ലാഹ്. അത് കോവിഡ് കൊണ്ട് ജോലി നഷ്ടപ്പെട്ടത് കൊണ്ടോ, കോവിഡ് കൊണ്ട് വരുമാനം നിലച്ചത് കൊണ്ടോ അല്ല, കോവിഡ് കൊണ്ട് അപ്പോയിൻമെൻറ്റ് പ്രതീക്ഷിച്ചിരുന്നു, ജോലിക്ക് ഒരു അപ്പോയിൻമെൻറ്റ് പ്രതീക്ഷിച്ചിരുന്നു, അത് ലഭിക്കാതെ പോയത് കൊണ്ടോ, അതൊന്നും ആയിരിക്കില്ല നിങ്ങളുടെ ചരിത്രത്തിലെ സുപ്രധാനമായ മുഹൂർത്തം. ഇന്ന് നിങ്ങൾ ലോകത്ത് ഏറ്റവും വലിയ ഒരു ഡോർ ഉണ്ട്, ഒരു വാതിൽ, അത് ഓപ്പൺ ചെയ്യുകയാണ്. പ്രകാശത്തിൻ്റെ വാതിൽ, നന്മയുടെ വാതിൽ, സന്മാർഗത്തിൻ്റെ വാതിൽ, എല്ലാത്തിൻ്റെയും തിബിയാനല്ലി കുല്ലി ഷൈ എന്നാ പറഞ്ഞത്. എല്ലാ സംഗതികളും വ്യക്തമാക്കുന്ന ഒരു സുപ്രധാന ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നമുക്കത് മനസ്സിലാകുന്നില്ല എന്നതാണ് വിഷയം. ഇൻഷാ അല്ലാഹ് മനസ്സിലാകുന്നതിൻ്റെ ആദ്യ പടിയാണ് നമ്മുടെ ഈ സംരംഭം, റീഡ് ആൻഡ് റൈറ്റ് അറബിക്. ഒരാഴ്ച കൊണ്ട് പഠിക്കാവുന്നേ ഉള്ളൂ അറബി എഴുത്തും വായനയും. ഒരാഴ്ച എന്ന് പറഞ്ഞപ്പോൾ 7 ദിവസം, 7 ദിവസം 2 മണിക്കൂർ വീതം പഠിച്ചാൽ 14 മണിക്കൂറായി. നമ്മൾ പഠിപ്പിക്കുന്നത് ആകെ നമ്മുടെ നെറ്റ് ക്ലാസ് നോക്കിയാൽ ലെസ് ദാൻ 20 അവേഴ്സാണ്. ഇപ്പം ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയില്ലേ, ഞാൻ ബ്ല സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിപ്പിക്കാൻ തുടങ്ങിയില്ല. ആകെ 20 മണിക്കൂറിൽ താഴെയുള്ള സമയമാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ക്ലാസ് 20 മണിക്കൂർ എന്നാണ് പറയുന്നത്, പക്ഷേ 20 മണിക്കൂറും വേണ്ട. പക്ഷെ ഓരോ ദിവസവും നമ്മൾ കുറേശ്ശെ പഠിക്കാൻ പറ്റും, ലിറ്റിൽ ബൈ ലിറ്റിൽ. ആദ്യം ഏറ്റവും താഴെയുള്ള സ്റ്റെയറിൽ നമ്മൾ ചവിട്ടുന്നു, അടുത്ത ദിവസം അടുത്ത പടിയിൽ ചവിട്ടുന്നു, അങ്ങനെ ഓരോ പടിയും ചവിട്ടി കയറി ഏറ്റവും മുകളിലെത്തി നോക്കുമ്പോൾ ഇത്രയും വലിയ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണോ നമ്മൾ കയറിയത് എന്ന് തോന്നിപ്പോകും. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഉപസംഹാരം യൂട്യൂബിലുണ്ട്. 20ാമത്തെ ക്ലാസ് നമ്പർ 20, അറബി ഭാഷയ്ക്ക് വേണ്ടിയുള്ള 20ാമത്തെ ക്ലാസ്, അറബി പഠിക്കാനുള്ള ആൽഫബറ്റ്. അതിൻ്റെ 20ാമത്തെ ക്ലാസ്സിൻ്റെ റെക്കോർഡിങ് യൂട്യൂബിലുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാം 20ാമത്തെ ദിവസം അല്ലെങ്കിൽ 16, 17, 16ാമത്തെ ദിവസം മുതൽ ഖുർആൻ വായിച്ച ആൾക്കാർ. ഇപ്പോൾ 20ാമത്തെ ക്ലാസ്സിൽ അവർ ഖുർആൻ വായിക്കുന്നുണ്ട്. അതാണ് നമുക്ക് പറയാനുള്ളത്. 20ാമത്തെ ദിവസം നിങ്ങൾ ഖുർആൻ വായിച്ചിരിക്കും. പറയാനുള്ളത്, ചിലപ്പോൾ അധ്യാപകൻ 2-3 മിനിറ്റ് വൈകിയെന്ന് വരാം. പലപ്പോഴും സാങ്കേതിക വിദ്യകളാണ്. നമ്മൾ ഇപ്പോൾ ക്ലാസ് തുടങ്ങി 5 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ 15 മിനിറ്റ് മുമ്പ് കമ്പ്യൂട്ടർ എല്ലാം സെറ്റപ്പായി ഓൺ ചെയ്തു. പക്ഷേ നമ്മൾ വീണ്ടും നിങ്ങളെ വെയിറ്റ് ചെയ്യുക, റീസ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു, റീസ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ചില സാങ്കേതിക വിഷയങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ TV ചാനൽ പോലുള്ള അത്രയും പെർഫെക്റ്റ് സിസ്റ്റം ഒന്നുമല്ല. സംഭവമെല്ലാം ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആർക്കും ഹ്യൂമൻ എറർ സംഭവിക്കാം. അതുകൊണ്ടാണ് ഇന്നും വൈകിയത്. ഹാർട്ട് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എന്ന ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ ക്ലാസ് നടന്നു വരുന്നത്. അതിൻ്റെ കീഴിലാണ് ഖുർആൻ പഠനത്തിന് എളുപ്പവഴി എന്ന പ്രസിദ്ധമായ ഖുർആൻ പഠന വേദി നടക്കുന്നത്. അത് ഇൻ്റർനാഷണലി ഫെമിലിയർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡ് ഖുർആൻ്റെ ഈസി വേ എന്ന കോഴ്സിൻ്റെ മലയാളം വിവർത്തനമാണ്. മലയാളത്തിൽ നാം അതിൽ ഒരുപാട് റിസർച്ചുകൾ നടത്തി, ഇപ്പോഴും റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ഖുർആൻ വായിച്ച് മനസ്സിലാക്കാം എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ അറബി നമ്മൾ പഠിക്കാൻ പോവാണ്. ഇതിൽ കുറേ സ്റ്റുഡൻസ്
10 മുതൽ 10, 11, 12, 13, 14, 15 വയസ്സുള്ള സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അതേപോലെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിനും ടോപ്പ് വയസ്സുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. 70, 73 വയസ്സുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ആരും പരിഭവിക്കരുത്. നമ്മളൊരു മോഡറേറ്റ് സ്പീഡിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എബവ് 10 ഇയേഴ്സ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് പ്രീ പ്രൈമറിയിൽ പഠിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ പ്രീ പ്രൈമറിയിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ സ്പീഡ് കുറയ്ക്കണം. അതേപോലെ നമ്മൾ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതേസമയം എൻ്റെ ക്ലാസ്സിൽ 6 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്റ്റുഡൻസ് ഒരേ സമയം പഠിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഡ്യൂറേഷനിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടും ഉണ്ട്. അപ്പം ഞാൻ 6 വയസ്സ് എന്നുള്ളത് കൊടുക്കാതിരുന്നത് എന്തായിരുന്നാലും നമ്മൾ സീരിയസ് ലേണേഴ്സ് ആണ് ഒരുപാട് ഉണ്ടാവുക. ഓൺലൈനിലും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പഠനവേദികളിൽ മുതിർന്നവരായിരിക്കും കൂടുതലുണ്ടാവുക എന്നതുകൊണ്ട് 10 വയസ്സിന് മുകളിലുള്ളവർ എന്ന് കൊടുത്തതാണ്. എന്തായിരുന്നാലും ആ പ്രായക്കാർക്ക് സ്വീകരിക്കാവുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യാവുന്ന തരത്തിലാണ് നാം എന്ത് ചെയ്തിരിക്കുന്നത്, ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സിൽ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അത് കിട്ടും, നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടും, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. പക്ഷേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കണം. ഒരു ചെറിയ നോട്ട്ബുക്ക്, ഒറ്റ വരെയോ അല്ല 2 വരെയോ നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ 4 ലൈൻ ബുക്ക് ഉണ്ടായിരിക്കണം. ഹൈലൈറ്റർ ഉണ്ടായിരിക്കണം. ഹൈലൈറ്റർ അല്ലെങ്കിൽ കളർ പെൻസിലായാലും മതി. പക്ഷേ കളർ പെൻസിൽ കുറേ നേരം വരയ്ക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഹൈലൈറ്റർ വേണമെന്ന് പറയുന്നത്. 2 ലൈൻ ബുക്ക് അല്ല 4 ലൈൻ ബുക്ക് വാങ്ങാൻ പറഞ്ഞിരുന്നു. 4 ലൈൻ അല്ല 2 ലൈൻ ആയാലും സിംഗിൾ ആയാലും കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല. ലൈൻ റോൾഡ് ബുക്കാണ് വേണ്ടത് നമ്മൾ എഴുതി പഠിക്കുമ്പോൾ. അതേപോലെ എറേസർ അതുപോലുള്ള കാര്യങ്ങളെല്ലാം എപ്പോഴും ഹാൻഡി ആയിട്ട് തൊട്ടടുത്ത് ഉണ്ടായിരിക്കും. ഇന്ന് കുറച്ച് കാര്യങ്ങൾ അറബി ഭാഷയുടെ പ്രാധാന്യം അല്ലെങ്കിൽ അറബി ഭാഷ എളുപ്പമാണ് എന്തുകൊണ്ട് എന്ന ചില സംഗതികൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ KING കിങ് അല്ല, എന്തല്ല, KING കിങ്, HANG ഹാങ്, നോട്ട് ഹാങ്. അവിടെ ഒരു എ ഇടുമ്പോൾ ഹാങ് എന്നാണ് വായിക്കുന്നത്. HUNG ഹങ്, HING കിങ്. ഇങ്ങനെ ഓരോ ഇംഗ്ലീഷ് വാക്കും എടുത്ത് നോക്കുക. LOOKING ലുക്കിംഗ്, RESTAURENT റെസ്റ്റോറന്റ്. ഇങ്ങനെ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ, ഓരോ വാക്കും എടുത്ത് നോക്കിയാൽ ഇംഗ്ലീഷിനെ എങ്ങനെ നിങ്ങൾ പ്രൊനൗൺസ് ചെയ്യും, എങ്ങനെ ഉച്ചരിക്കും. ഒരു പൊതു സ്വഭാവം, മോനെ എ ഇങ്ങനെ ബി ഇട്ട് APPRICIAT അപ്രീഷിയേറ്റ്, APPLE ആപ്പിൾ. വാട്ട് ഈസ് ദ ഡിഫറൻസ്? അവിടെ എക്ക് നീട്ടണം, ഇവിടെ എക്ക് നീട്ടണ്ട. എങ്ങനെ ഒരു പൊതു നിയമം കൊണ്ടുവരാൻ പറ്റും? സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 വർഷം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്നു. സ്കൂളിൽ പോകാത്ത കുട്ടികളും ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. 2 വർഷം 3 വർഷമായ കുട്ടി പറയുന്നത്, എനിക്ക് ക്യാൻ യു ബൈ എ സ്റ്റോറി ബുക്ക്, ഐ നീഡ് ഇംഗ്ലീഷ് സ്റ്റോറി ബുക്ക്, എനിക്ക് ഇംഗ്ലീഷ് കഥയുടെ പുസ്തകമാണ് വേണ്ടത്. എന്തുകൊണ്ട് പറയുന്നു? നമ്മൾ അതുമായി അഡിക്റ്റ് ആയി പോകും. അറബി ഭാഷയുമായിട്ട് എന്തുകൊണ്ട് നമ്മൾ അഡിക്റ്റ് ആകുന്നില്ല? അറബി ഭാഷയുമായി നമ്മൾ അഡിക്റ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരാഴ്ച മതി അറബി എഴുത്തും വായനയും പഠിക്കാൻ പറ്റും. ഒരാഴ്ചയേ ഉള്ളൂ. ആദ്യ ദിവസം തന്നെ 7 അക്ഷരങ്ങൾ ഒറ്റ ദിവസം തന്നെ പഠിക്കാൻ പറ്റും. ഒരു വ്യത്യാസമില്ല, എല്ലാം സെയിമാണ്. പക്ഷെ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് 7 അക്ഷരം പഠിപ്പിക്കാൻ പോകില്ല, ഇന്ന് 2-3 അക്ഷരം പഠിപ്പിക്കുക, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചു, അറബി ഭാഷയുമായിട്ട് അഡിക്റ്റായി, അറബി ഭാഷയോട് നിങ്ങൾ അഭിനിവേശം തോന്നി, അത് പഠിക്കണമെന്ന് തോന്നി, തീർച്ചയായിട്ടും 7 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റും. ഒന്നാമത്തെ ദിവസം 7 അക്ഷരം നിങ്ങൾക്ക് പഠിക്കാം. എല്ലാം ഡോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഡോട്ട് മുകളിലിടണം, 2 ഡോട്ട് താഴെ ഇടണം, 2 ഡോട്ട് മുകളിലിടണം, 3 ഡോട്ട് മുകളിലിടണം, 3 തോണിയിടണം, 3 തോണിയുടെ മുകളിൽ 3 ആളിരിക്കുമ്പോൾ ഷായായി. അല്ലേ? Very simple language. You cannot see a similar simple language
ഇൻ എനി കൺട്രി, ഇൻ എനി പാർട്ട് ഓഫ് ദ വേൾഡ്. ഒരു ലോകത്തിന്റെ ഒരു ഭാഗത്ത് ഇത്രയും ലളിതമായ ഭാഷ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഖുർആൻ ഈ ഭാഷയിൽ അവതരിപ്പിക്കാനുള്ള പല കാരണങ്ങളും ഒരു കാരണം. ഇനി അങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. 22 രാഷ്ട്രങ്ങളുണ്ട് അറബ് ലീഗിൽ. അറബ് ലീഗിൽ തന്നെ 22 രാഷ്ട്രങ്ങളുണ്ട്. ഈ അറബ് ലീഗിനും പുറത്ത് അറബി സംസാരിക്കുന്ന വേറെയും ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട്. ചില രാഷ്ട്രങ്ങളിൽ അറബി സെക്കൻഡ് ലാംഗ്വേജ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് അംഗീകരിക്കുന്നത് പോലെ, ഇംഗ്ലീഷിന് സ്ഥാനമുണ്ടായതുപോലെ അറബിക്ക് അവിടെ സ്ഥാനമുണ്ട്. അങ്ങനെ സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അങ്ങനെ എടുത്ത് നോക്കിയാൽ ലോകത്ത് 34 രാഷ്ട്രങ്ങളിൽ ഒന്നുകിൽ അറബി ഭാഷ ഒന്നാം ഭാഷയാണ്, അല്ലെങ്കിൽ രണ്ടാം ഭാഷയാണ്. ഇനി അറബി ഭാഷ ഡൗട്ട് ചോദിച്ചോട്ടെ സാർ? എന്താണ്? അതല്ല, ഇനി 3 ലെറ്റേഴ്സ് വെച്ചിട്ടാണോ ഇനി പഠിപ്പിക്കണേ ഡെയിലി? വെയിറ്റ് ക്ലാസ്സിലേക്ക് എത്തട്ടെ. വെയിറ്റ്, ഡോണ്ട് ബി ഹറി. ധൃതി കാണിക്കായിരിക്കും. ഓക്കെ, പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക് കേട്ടോ. അറബി ഭാഷ വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതുകയാണ്. നമ്മൾ വിചാരിക്കും വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതുന്നത് ഓ വെരി സ്ട്രേഞ്ച്. ഒരു പ്രോബ്ലം ഇല്ല. വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതുന്ന ഭാഷയും എൻ്റെ പേരക്കുട്ടി UKG പഠിക്കുന്ന സന്ദർഭത്തിൽ ഒരു ദിവസം കൊണ്ടുവന്നു ഇംഗ്ലീഷ് ബുക്ക്, അടുത്ത ദിവസം ഹിന്ദി ബുക്ക് കൊണ്ടുവന്നു. ഞാൻ അറബി പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ഓരോ ദിവസം ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു, അടുത്ത ദിവസം ഹിന്ദി കൊണ്ടുവന്നു. ഇപ്പം ഇനി എങ്ങനെ ഞാൻ എപ്പോഴും അറബി പഠിപ്പിക്കാമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ദിവസം മലയാളം കൊണ്ടുവന്നു. 3 ലാംഗ്വേജായി. ഞാൻ ചോദിച്ചു, മോളെ അറബി പഠിക്കണ്ടേ? ഞാൻ അറബി പുസ്തകം ഉണ്ട്, നേരത്തെ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വീക്കിൽ അറബി പുസ്തകം തുടങ്ങും. UKG ഇംഗ്ലീഷ്, മലയാളം, അറബി, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി കൂടാതെ അറബി ഭാഷയും പഠിപ്പിക്കുന്നു. 4 ലാംഗ്വേജ് ഒരു UKG പഠിക്കുന്ന കുട്ടിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അബ്സോർവ് ചെയ്യാൻ പറ്റും, ഫോളോ ചെയ്യാൻ പറ്റും എന്നുള്ളത് സൈക്കോളജിക്കലി പ്രൂവൻ ആയതുകൊണ്ടാണല്ലോ ഗവൺമെന്റ് സ്കൂളിൽ അത് പഠിപ്പിക്കുന്നത്. ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച കാര്യമാണ് പറയുന്നത്. സോ അറബി വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതുകയാണ് എന്ന് വിചാരിച്ച് നമുക്ക് സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നേണ്ട കാര്യമില്ല. അറബി ഭാഷ മാത്രമല്ല, അറബിയിലെ ലിപി ഉപയോഗിക്കുന്ന വേറെയും ഒരുപാട് ഭാഷകളുണ്ട്. പേർഷ്യൻ ഭാഷ, ഉറുദു ഭാഷ, അസർബൈജാനി, പുഷ്തു, അതേപോലെ ഭാഷകളും ഒക്കെ, കുർദിഷ്, സെൻട്രൽ കുർദിഷ്. ഒരു പരിധിവരെ 16-ാം നൂറ്റാണ്ട് വരെ സ്പാനിഷ് ഭാഷ പോലും അറബിക് ലെറ്റേഴ്സാണ് ഉപയോഗിച്ചിരുന്നത്. ഇനി വേറെ തമാശയുണ്ട്. അറബിക് ഈസ് ദ ഫസ്റ്റ് ലാംഗ്വേജ് അക്കോർഡിംഗ് ടു ദ ലിസ്റ്റ് ഓഫ് യുണൈറ്റഡ് നാഷൻസ് അപ്രൂവ്ഡ് ലാംഗ്വേജസ്. യുണൈറ്റഡ് നാഷൻസ് അംഗീകരിച്ച ഭാഷകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുക അറബിക്. അള്ളാഹു വെറുതെ അല്ല അറബി ഭാഷ ഖുർആൻ അവതരിപ്പിക്കാൻ വേണ്ടി എടുത്തത്. വേറൊരു തമാശ നിങ്ങൾ നോക്കുക. അറബി ഭാഷ അല്ലാത്ത ബാക്കി ഭാഷകളൊക്കെ നോക്കിയാൽ UN അംഗീകരിച്ച അറബി ഭാഷ അല്ലാതെ മറ്റു ഭാഷകൾ ചൈനീസ്, ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച്, റഷ്യൻ, all these languages are colonial languages. ഈ ചൈനീസ്, ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച്, റഷ്യൻ ഭാഷകളെല്ലാം ലോകത്തിലെ കുത്തക മുതലാളിമാരുടെ ഭാഷകളാണ്. ജനറൽ പബ്ലിക്കിന്റെ ഭാഷ ഏതുണ്ട്? ഹിന്ദി ഉണ്ടോ? അംഗീകരിച്ചിട്ടില്ല. അറബി അംഗീകരിച്ചിട്ടുണ്ട് UN. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞു റൈറ്റ് ടു ലെഫ്റ്റ് ലാംഗ്വേജസ്. ഇത് അറബി അല്ലാത്ത ഭാഷകളും വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതുന്നു. ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ സംസ്കൃതം പോലും അറബിയിൽ നിന്ന് വലത്തുനിന്ന് ഇടത്തോട്ടാണ് എഴുതിയിരുന്നത്. പിന്നീട് അത് മറിമായം കൊണ്ട് ഇപ്പോൾ വീണ്ടും മാറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പഠിക്കാൻ പോകുന്നത് 12 ഷേപ്പുകൾ, 12 ഷേപ്സ്. മലയാളത്തിലെ ആ എഴുതുന്നത് പോലെ, മലയാളത്തിലുണ്ടല്ലോ ആ എഴുതുന്നത് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ കറക്കി ഒരു ആ എഴുതുന്നത് പോലെ ഒരക്ഷരം ഇല്ല. അതേപോലെ ഛ വരയ്ക്കുന്ന പോലെ അത്രയും പ്രയാസപ്പെടണ്ട. അതൊന്നും പ്രയാസപ്പെടാതെ സിമ്പിളായിട്ടുള്ള ആകെ നമുക്ക് പ്രയാസമായിട്ട് നമുക്ക് തോന്നുന്ന മലയാളത്തിലെ ഴ എഴുതുന്ന പോലെ ഒരു ഹ ഉണ്ട്. ഇത് മാത്രമാണ് കറങ്ങി തിരിഞ്ഞു വരുന്ന അക്ഷരം. ബാക്കി എല്ലാ അക്ഷരവും
ഒറ്റ കറക്കമാണ്. ഒറ്റ കറക്കിൽ എഴുതാവുന്ന അക്ഷരങ്ങളാണ്. 12 ഷേപ്പ് പഠിച്ചാൽ 29 അക്ഷരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 29 ലെറ്റേഴ്സ്. ഓക്കെ, വി ആർ ഗോയിങ് ടു ലേൺ 29 ലെറ്റേഴ്സ് വിത്ത് 12 സിമ്പിൾ ഷേപ്സ്. 12 ലളിതമായ രൂപങ്ങളിലൂടെ പഠിക്കാൻ പോകുന്ന 29 അക്ഷരങ്ങളാണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രൂപങ്ങളുമില്ല. ഈ റൈറ്റിംഗ് മെത്തേഡിലേക്ക് പോകുമ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഹോംവർക്ക് തരും. അതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എഴുതാൻ പോവുകയാണ് നമ്മൾ. ഓക്കെ, തൽക്കാലം ഞാൻ മൈക്ക് കൺട്രോൾ ഫുൾ ഓഫ് ചെയ്യാണ്. നിങ്ങൾക്ക് ഹാൻഡ് അപ്പ് ചെയ്യാനുള്ള, കൈ ഉയർത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ആ ഓപ്ഷൻ സ്വീകരിക്കാൻ എന്തെങ്കിലും ഡൗട്ട് ഇടയ്ക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഇടയ്ക്ക് എന്ത് ചെയ്യാൻ, തൽക്കാലം ഞാൻ മൈക്ക് കംപ്ലീറ്റ് ഓഫ് ചെയ്യാണ്. നമ്മൾ ഫസ്റ്റിൽ എഴുതാൻ തുടങ്ങിയാണ്. ഇടയ്ക്ക് ആൾക്കാർ വളരെ ആകാംക്ഷയോടുകൂടി ഇരിക്കുന്നതുകൊണ്ടും ബിലോ 15 ഇയേഴ്സിൽ താഴെ കുറച്ച് സ്റ്റുഡൻസ് ഉള്ളത് കൊണ്ടും ഞാൻ എന്ത് ചെയ്യാണ്, നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറബിയെക്കുറിച്ച്, അറബിയുടെ സിംപ്ലിസിറ്റിയെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. പക്ഷേ അത് ഞാൻ പോകുന്നില്ല. നമുക്ക് നിങ്ങളുടെ കയ്യിൽ 4 ലൈൻ ബുക്കുണ്ട്. 4 ലൈൻ ബുക്കിൽ വരണ്ടാവും. ഓക്കെ, ഇവിടുത്തെ 4 വരെ ഞാൻ എടുക്കുകയാണ്. തൽക്കാലം നമുക്ക് വളരെ ലളിതമായ ഒരു എഴുത്താണ് പഠിക്കേണ്ടത്. വളരെ ലളിതമായ. എന്താ ചെയ്യുന്നത്? നമ്മൾ ആദ്യം അക്ഷരമല്ല പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എഴുതുന്നത് എങ്ങനെ. അപ്പോൾ എഴുത്ത് റൈറ്റ് ടു ലെഫ്റ്റ്, വലത്തുനിന്ന് ഇടത്തോട്ടാണ് എഴുതുന്നത്. കാണുന്നുണ്ടോ? വലത്തു നിന്നും ഇടത്തോട്ടാണ് എഴുതുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ സ്റ്റുഡൻസ് ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ചിലപ്പോൾ 5 വയസ്സുള്ള കുട്ടിക്കും ഇത് എഴുതാൻ പറ്റും. എന്താ ചെയ്യുന്നത്? 5 വയസ്സുള്ള കുട്ടിയോട് ചെയ്യേണ്ടത് വലത്തു നിന്ന് ഇടത്തോട്ട് വരയ്ക്കുക. വലത്തു നിന്ന് ഇടത്തോട്ട് വരയ്ക്കുക. വരപ്പെല്ലാം എന്ത് ചെയ്യണം? വലത്തു നിന്ന് ഇടത്തോട്ടാണ് വരയ്ക്കേണ്ടത്. റൈറ്റ് ടു ലെഫ്റ്റ്. തുടങ്ങുന്നത് എവിടെ നിന്നാ? വലത് ഭാഗം തുടങ്ങാനല്ലേ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെന്തിനാ ഇടതുകൊണ്ട് തുടങ്ങുന്നത്? വലത് കൈ കൊണ്ടാണ് എഴുതുന്നത്. വലത് കൈ കൊണ്ടാണ് എല്ലാം ചെയ്യേണ്ടത്. വലതുകൊണ്ടാണ് തുടങ്ങേണ്ടത്. എപ്പോൾ പിന്നെ എഴുത്ത് എന്തുകൊണ്ട് തുടങ്ങുക? വലത്ത് കൊണ്ട് തുടങ്ങുക. ഓക്കെ, അപ്പോൾ ചെറിയ കുട്ടികൾ, നിങ്ങൾ ആദ്യം ഇപ്പോൾ അറിവ് പഠിക്കാൻ പോവാണ്. നിങ്ങൾ ചിലപ്പോൾ 70 വയസ്സായിരിക്കും, 50 വയസ്സായിരിക്കും, 40 വയസ്സായിരിക്കും, 30 വയസ്സായിരിക്കും, 15 വയസ്സായിരിക്കും, ഒരു പ്രശ്നമില്ല. ആദ്യം എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കാൻ പോകുന്നു. 2 കുട്ടികളെ നിങ്ങൾ കണ്ടെത്തുക. അത് 2 കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക. ഏത് ഏജ് ആയിരുന്നാലും അവർക്കിത് പഠിക്കാൻ പറ്റും. ഇതേപോലെ അപ്പോൾ എന്ത് ചെയ്യുന്നു? നോട്ട്ബുക്ക് എടുക്കുന്നു. അവരെ നോട്ട്ബുക്കിന്റെ ലൈനിനോട് ചേർത്ത് വരയ്ക്കാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. വലത്തുനിന്ന് ഇടത്തോട്ട് ലൈനുണ്ട്, ലൈനിലൂടെ വരയ്ക്കുക. വലത്തുനിന്ന് ഇടത്തോട്ട്. ഓക്കെ, ഇത് ഏത് കുഞ്ഞു കുട്ടിക്കും പറ്റുന്നതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? തോണി വരയ്ക്കുന്നു. ബോട്ട്. വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് ബോട്ട്സ്. തോണികൾ ഉണ്ടാക്കാൻ പോവുകയാണ്. നോട്ട് സിംഗിൾ ബോട്ട്, ദർ ആർ മെനി ബോട്ട്സ്. അപ്പം നമ്മൾ കൈയെടുക്കാതെയാണ് വരയ്ക്കുന്നത്. ഇവിടെ നിന്ന് തുടങ്ങി ആദ്യത്തെ തോണിക്ക് എന്തുണ്ട്? ഒരു വാലുണ്ട്. പക്ഷേ തോണിയുടെ മുൻഭാഗവും പിൻഭാഗത്തും വാലുണ്ടാവും. പക്ഷേ നമ്മൾ അവിടെ കൈയെടുക്കുന്നില്ല. കൈയെടുക്കാതെ ഒരു തോണിയുടെ പുറത്ത് അടുത്ത തോണി വരയ്ക്കുകയാണ്.
ഓക്കെ, റൈറ്റ് ടു ലെഫ്റ്റ്, കണ്ടിന്യൂസ് ആൻഡ് ലോങ് റൈറ്റിംഗ്. റൈറ്റ് ടു ലെഫ്റ്റ്. ഓക്കെ, എഴുതുക. ഇത് കാണാൻ വേണ്ടിയുള്ളതല്ല, ആൾക്കാരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെയല്ല, കാണാൻ വേണ്ടിയുള്ളതല്ല, ഇതിങ്ങനെ ഇപ്പം തന്നെ എഴുതണം. അതിനാണ് നോട്ട്ബുക്ക്, പെൻസില്, ഇറേസറ്, ഹൈലൈറ്ററൊക്കെ വേണം പറയും. കാരണം നിങ്ങൾ ഒരു കളർ പെന്നാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കളറിലുള്ള പെന്നാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് കൊണ്ട് തന്നെ കളർ മാറ്റി അടുത്ത വേറെ കളർ കൊടുക്കാം. സ്വർണ്ണ കളറോ ഗ്ലിറ്ററിങ് കളറോ ഏത് കളർ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത് കൈയെടുക്കരുത്. ഇത് അങ്ങറ്റം, പേജിൻ്റെ അങ്ങറ്റം വരെ. എൻ്റെ സ്ക്രീൻ വളരെ വലുതാണ്, അതുകൊണ്ട് ഞാൻ കൈയെടുക്കുന്നതേ ഉള്ളൂ. പേജിൻ്റെ അങ്ങറ്റം വരെ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കുക. പേജിൻ്റെ അറ്റം വരെ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കുക. ഒരു വരി തീർന്നാൽ അതിൻ്റെ താഴെ വരയ്ക്കുക. ഓക്കെ, ഫോർ ലൈനിൽ വരയ്ക്കേണ്ടത്, 4 ലൈനിൽ നമ്പർ 1, 2, 3, 4 4 വരെ ഉണ്ടാവും. 4 വരയിൽ നമ്മൾ ബേസ്ഡ് ലൈൻ എന്ന് പറയുന്നത് തേർഡ് ലൈനാണ്. ഓക്കെ, തേർഡ് ലൈനാണ് ബേസ്ഡ് ലൈനായിട്ട് നമ്മൾ എടുക്കുന്നത്. അടിസ്ഥാനപരമായ ലൈന് തേർഡ് ലൈനാണ്. തേർഡ് ലൈനിലാണ് എന്ത് ചെയ്യേണ്ടത്, ഇത് വരയ്ക്കേണ്ടത്. തേർഡ് ലൈനിലാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, കൈയെടുക്കാതെ വരയ്ക്കാൻ പറ്റുന്നു എന്ന് ഉറപ്പുവരുത്തുക. വരച്ചിട്ട് എന്ത് ചെയ്യുക, കൈയെടുക്കാതെ തന്നെ വരയ്ക്കണം. കൈയെടുക്കാതെ വരയ്ക്കാൻ പറ്റിയവർ ടെക്സ്റ്റ് മെസ്സേജിൽ വിടുക. ഓക്കെ, കൈയെടുക്കാതെ വരച്ചോ? ഓക്കെയാണ്. Students of 10 years, 11 years, 12 years, 13 years, 14 years. മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. ആരാ ഹാൻഡ് റൈസ് ചെയ്ത് ചോദ്യം ചോദിക്കാം? ഹാൻഡ് റൈസ് ചെയ്ത ആൾ ചോദ്യം ചോദിക്കാം, അല്ല വെറുതെ കൈ വെക്കരുത്. എല്ലാവരും ഓക്കെയാണ്. 10 ഇയേഴ്സിൻ്റെ പേരൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് എനിക്ക് പേര് വിളിക്കാൻ പറ്റില്ല. ഓക്കെ ആണെങ്കിൽ ഇനി നമ്മൾ അതിനെ ഡോട്ട് ഇടാം.
കൈ തട്ടിയിട്ട് കൈ വന്നതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം. പറയും. ഉസ്താദ്, നമ്മൾ തേർഡ് ലൈനിൽ ചെയ്യുമ്പോൾ സെക്കൻഡ് ലൈനിൽ ടച്ച് ചെയ്യേണ്ടതുണ്ടോ? ഇപ്പം ടച്ച് ചെയ്യണ്ട, സെക്കൻഡ് ലൈൻ ടച്ച് ചെയ്യണ്ട. ഓക്കെ, സെക്കൻഡ് ലൈൻ ടച്ച് ചെയ്യണ്ട. ഒന്നുകൂടെ കാണിച്ചു തരാം ഞാൻ. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. സ്ക്രീൻ കാണുന്നുണ്ട്. ഞാൻ ലൈൻ അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ നോട്ട്ബുക്കിൻ്റെ പരുവത്തിന് ലൈൻ അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ നോട്ട്ബുക്കിൽ 4 വരെയാണുള്ളതെന്ന് വിചാരിച്ചു. 4 വരയുണ്ട്. 4 വര ഇതാണ്. 4 വര 1 2 3 4 വര. ഈ മിഡിൽ ലൈനാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ മിഡിൽ ലൈനല്ല, മൂന്നാമത്തെ ലൈനാണ് നമ്മൾ ബേസ് ലൈൻ എന്ന് പറയുന്നത്. അപ്പം ബേസ് ലൈനിലാണ് നാം എഴുതുന്നത്. എന്താ എഴുതുന്നത്? അവിടെ പരമാവധി പകുതി വരെ പോകാവൂ കേട്ടോ, മാക്സിമം. പക്ഷെ ഒരു 1/4 ഭാഗം ഉയർത്തിയിട്ട് എഴുതാനാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്ന ലെറ്റേഴ്സ്, ഫസ്റ്റിൽ നമ്മൾ എഴുതാൻ പോകുന്ന ലെറ്റേഴ്സ് ഹൈറ്റുള്ള ലെറ്റേഴ്സ് അല്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ബേസ് ലൈനിലാണ് ഇപ്പം ബേസ് ലൈനിലെ ലൈൻ ഞാൻ മാറ്റും. എന്നാലേ അവിടെ ഞാൻ എഴുതുന്നത് കാണുള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരയ്ക്കുന്നു. രണ്ടാമത്തെ ലൈനിൽ തൊടേണ്ടതില്ല എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ 3 അല്ല 4 വരെ നോട്ട്ബുക്ക് വാങ്ങിക്കാൻ പറഞ്ഞത്. അപ്പം അത്രയും പൊങ്ങാൻ പാടില്ല കേട്ടോ. ഇനി അഥവാ കൈ എടുത്തു പോയാൽ അതിൽ നേരെ അതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ടച്ച് ചെയ്ത് വീണ്ടും എഴുതുക. ഓക്കെ, ഇത്രയും എഴുതി കഴിഞ്ഞാൽ 7 അക്ഷരം കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. 7 അക്ഷരം കംപ്ലീറ്റ് ചെയ്തു. നേരത്തെ ആരോ ചോദിച്ചു 3 അക്ഷരമാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ അങ്ങനെയല്ല പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഒരു കോമൺ സെൻസ് അനുസരിച്ചുള്ള ഒരു സൈക്കോളജി, കോമൺ സൈക്കോളജി അനുസരിച്ചുള്ള ഗ്രൂപ്പിംഗ് ആണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ എഴുതുന്നത് ഇപ്പം സിംഗിൾ തോണി വരയ്ക്കാൻ പോവുകയാണ്. നേരത്തെ കണ്ടിന്യൂസ് തോണി വരച്ചു. അപ്പോൾ 5 വയസ്സുള്ള 10 വയസ്സുള്ള കുട്ടികളൊക്കെ ഒരു പേജ് വരയ്ക്കണം കേട്ടോ. എല്ലാ സ്റ്റുഡൻസും വരയ്ക്കണം. ചിലപ്പോൾ വലിയ ആൾക്കാർക്ക് വേറെ പണി ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ചെറിയ കുട്ടികളോട് ഒരുപാട് വരയ്ക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ ബിലോ 5 ഇയേഴ്സ് ആണെങ്കിൽ ഒരു പേജ് എന്തായാലും മസ്റ്റായിട്ട് വരച്ചിരിക്കണം. അപ് ടു 10 ഇയേഴ്സ് ഒക്കെ എന്ത് ചെയ്യണം? ഇത് അവരുടെ സ്കിൽ അനുസരിച്ച് നിങ്ങൾ വിട്ടുകൊടുക്കുക. 10 വയസ്സുള്ള കുട്ടികൾക്ക് ഒരു പേജ് വരയ്ക്കുക. ഇത് ഈ മുകളിൽ നിന്ന് വലത്തു നിന്നും ഇടത്തോട്ട് കണ്ടിന്യൂസ് ലോങ് റൈറ്റിംഗ്, റൈറ്റ് ടു ലെഫ്റ്റ് കണ്ടിന്യൂസ് ലോങ് റൈറ്റിംഗ് എന്ത് ചെയ്യണം? ഒരു പേജ് വരയ്ക്കണം. കംപ്ലീറ്റ് ചെയ്യാത്തവർ ഒരു പേജ് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? കോപ്പി എടുത്ത് ഗ്രൂപ്പിലിടണം. ഓക്കെ, ക്രിയേറ്റീവ് ലേണിംഗ്. ഒരു പേജ് കംപ്ലീറ്റ് ചെയ്ത് കോപ്പി എടുത്ത് ഗ്രൂപ്പിലിടുക. അപ്പോൾ ഗ്രൂപ്പിൽ കുറേ സംഗതികൾ വരും. ഗ്രൂപ്പിൽ കുറേ സംഗതികൾ വരുമ്പോൾ ഗ്രൂപ്പ് ഫിൽട്ടർ ചെയ്യാനുള്ള ട്രെയിനിങ് നമ്മൾ തരും കേട്ടോ.
ഗ്രൂപ്പ് ഫിൽട്ടർ ചെയ്യാനുള്ള ട്രെയിനിങ് അത് നമ്മൾ നാളെ മുതൽ ഗ്രൂപ്പ് എങ്ങനെ ഫിൽട്ടർ ചെയ്യണമെന്ന് തരും. ക്ലാസ് മാത്രമേ പിന്നെ ഗ്രൂപ്പിലുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതൊക്കെ എപ്പോഴെപ്പോഴും ക്ലിയർ ചെയ്ത് പോകും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? സിംഗിൾ തോണി വരയ്ക്കാൻ പോകുന്നു. മൂന്നാമത്തെ ലൈനിലാണ് വരയ്ക്കാൻ പോകുന്നത്. മൂന്നാമത്തെ ലൈനിലാണ് എന്ത് ചെയ്യുന്നത്? സിംഗിൾ തോണി വരയ്ക്കാൻ പോകുന്നത്. അപ്പോഴും മുകളിൽ മുട്ടേണ്ടതില്ല, അതിൻ്റെ ഒരു കാൽ ഭാഗം എടുത്താൽ മതി. ഒരു സിംഗിൾ തോണി വരച്ചു. അതിലെ ബോട്ടത്തിൽ ഒരു ഡോട്ട് ഇട്ടു. ഒരു സിംഗിൾ ഡോട്ട് ഓൺ ദ ബോട്ടം. അതിൻ്റെ ചുവടെ ഒരു ഡോട്ട് ഇട്ടു. അപ്പോൾ എന്ത് വായിക്കും? അതിൻ്റെ മുകളിൽ ഒരു 45 ഡിഗ്രി ചരിച്ച് ഒരു വരയും കൂടെ ഇടുക. 45 ഡിഗ്രി ആംഗിളിൽ ഒരു വരയും കൂടെ ഇടുക. 45 ഡിഗ്രി ചരിച്ച് ഒരു വര ഇടുന്നു. ആ വര എന്ന് പറയുന്നത് ആണ് നമ്മൾ മലയാളത്തിൽ നമ്മൾ എഴുതുമല്ലോ. ഇപ്പോൾ കോടാലി എന്ന് എഴുതിയപ്പോൾ ഇവിടെ എന്തുണ്ട്? ഒരു അടയാളമുണ്ട്. ഈ അടയാളം ഇല്ലാതെ മലയാളം ഭാഷ പഠിക്കാൻ പറ്റില്ലല്ലോ. അതിൽ തന്നെ ഒരു ചുറ്റിത്തിരിയലുണ്ട്. അത്രയും ചുറ്റിത്തിരിയലൊന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ടുള്ള വവ്വൽ സിമ്പിൾസ് ആണ് നമ്മൾ പഠിക്കുന്നത്. വവ്വൽ സിമ്പിൾസ്. ഇപ്പോൾ ഫസ്റ്റ് വവ്വൽ സിമ്പിൾ നമ്മൾ പഠിച്ചു. വവ്വൽ സിമ്പിൾ ഇടുന്നത്, സ്ട്രൈറ്റ് വവ്വൽ സിമ്പിൾ ഇടുന്നത് 45 ഡിഗ്രി ചരിച്ചാണ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ ഒരു ഡോട്ട് ഇട്ടു. അപ്പോൾ നമുക്കതിനെ ബ എന്ന് വായിക്കാം. ബ. അപ്പോൾ എന്തുണ്ട്? അകാരമാണുള്ളത്. സോ vowel symbol on the top give you a sound. So by the dot എവിടെയാണ്? On the bottom. Ba has a dot on the bottom. ബാക്കി അതിൻ്റെ ചുവടെ സിംഗിൾ ഡോട്ട്. ഓക്കെ, ഇനി ഒരു ഡോട്ട് ഇട്ടു. അതിൻ്റെ ചുവടെ നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ പറഞ്ഞ സ്വരചിഹ്നം ഇട്ടു. അപ്പോൾ മുകളിലിട്ടപ്പോൾ ആ, താഴെ ഇട്ടപ്പോൾ ഇ. ഇതാണ് അറബി ഭാഷയുടെ സിംപ്ലിസിറ്റി. സെയിം സിമ്പിൾ യു പുട്ട് ഓൺ ദ ടോപ്പ്, ഇറ്റ് വിൽ ഗിവ് യു a. യു പുട്ട് ഓൺ ദ ബോട്ടം, ഇറ്റ് വിൽ ഗിവ് യു b അല്ലെങ്കിൽ ഇ. അപ്പോൾ ഒരു ഡോട്ടുള്ള തോണിയുടെ മുകളിൽ അടയാളം ഇട്ടപ്പോൾ എന്തായി? ബ ആയി. അതിൻ്റെ അല്ല സ്വരചിഹ്നം ചുവടെ ഇട്ടപ്പോൾ ബി. ഇനി ഇടുന്നത് ഡോട്ട് അവിടെ ഉണ്ട്. ഡോട്ട് ഇട്ടു. പിന്നെ ഒരു ചെറിയ ഒരു അടയാളം, ചെറിയ ഒരു വളവ്. നമ്മൾ വിരലിങ്ങനെ മടക്കി കാണിക്കുമല്ലോ. അതായത് ഉകാരത്തിന് എന്തുണ്ട്? ഒരു വളവുണ്ട്. U has a bend. Which has a bend? U has a bend. Straight line on the top of a letter give you a. Straight line or 45 degree angle line give you on the bottom give you e. വളഞ്ഞ സാധനം ഇട്ടാൽ എന്തായി? U. The curved symbol give you U. Bu. So ba, bi, bu. Ba, bi, bu. ഇംഗ്ലീഷിൽ ബി, മലയാളത്തിൽ ബി, ഹിന്ദിയിൽ ബി, അറബിയിൽ ബി. സിംഗിൾ ലൈൻ, സിമ്പിൾ ബോട്ട്, ബി. ഓക്കെ, സോ ബ, ബി, ബു. ഓക്കെ, ബ, ബി, ബു. ബ, ബി,
ബു. ബാബി ബു എന്ന് മുകളിൽ നിന്ന് താഴെ വരെ 4 ലൈനിലെ മിഡിലിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ 3ാമത്തെ ലൈനിൽ മുകളിൽ നിന്ന് താഴെ വരെ എഴുതുമ്പോൾ 10 റോസ് ഉണ്ടാവണം. 10, 11, 9 ഇതാണ് സാധാരണ സ്റ്റാൻഡേർഡ് ബുക്കിലെ വരി. ചില ബുക്കിൽ 9 വരി ഉണ്ടാവും 4 ലൈന്, ചില ബുക്കിൽ 10 വരി ഉണ്ടാവും, ചില ബുക്കിൽ 11 വരി ഉണ്ടാവും. സ്റ്റാൻഡേർഡ് ബുക്ക്. പിന്നെ അതിനേക്കാളും വീതികളൊക്കെ ഉണ്ട്. എനിക്ക് 9 മുതൽ 11 വരെയുള്ള ബുക്കാണ് വേണ്ടത്. അതിനേക്കാളും നീളമുള്ളത് വേണ്ട, നീളം കുറഞ്ഞതും വേണ്ട. ഓക്കെ. ബ ബി ബു മുകളിൽ നിന്ന് താഴെ വരെ എഴുതണം. 2-3 പ്രാവശ്യം എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് നോക്കുക. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യാൽ മതി, ഹോംവർക്ക് ആക്കി കംപ്ലീറ്റ് ചെയ്താൽ മതി. സോ സിമ്പിൾ. ഇനി സെയിം ബോട്ട് ഓൺ ദ 3rd ലൈൻ, സെയിം ബോട്ട്, സെയിം ലെങ്ത്, സെയിം ഷേപ്പ്, നോ എനി ഡിഫറൻസ്. Only you put 2 dots where on the top. If you put 2 dots on the top, then the vowel symbol, 45-degree angle vowel symbol, then you can read it ta ta ta. ചില ആൾക്കാർ മഖ്റജ്, ഉച്ചാരണ സ്ഥാനം ഒക്കെ പഠിക്കാൻ വേണ്ടി പിന്നെ വേറെ ഒരു വർഷം ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പഠിച്ചു പോകുമ്പോൾ തന്നെ ചില ആൾക്കാർ ഈ ക്ലാസ്സിൽ ഖുർആൻ വായിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഖുർആൻ വായിച്ച ആൾക്കാർ ഖത്തം ഓതിയിട്ടുണ്ട്, പക്ഷേ ഖുർആൻ ഓതാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പകുതി അറബിയൊക്കെ അറിയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴേ തന്നെ എന്ത് ചെയ്യണം, പ്രൊനൗൺസിയേഷൻ ഫോക്കസ് ചെയ്ത് പോകണം. ഇന്ന് ബായാണ് പഠിപ്പിക്കും, നാളെ തായാണ് പഠിപ്പിക്കും. ഇത് നോട്ട്സ് ഞാൻ ഇപ്പം തന്നെ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്. മറ്റന്നാൾ നായാണ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് തന്നെ നാ പഠിപ്പിക്കും. ഇതാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത്. വായിക്കാൻ പറയുമ്പോൾ അഹമഹമികയ, ഞാൻ ആദ്യം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വായിക്കണം. ചിലപ്പോൾ 1-2 പേരെ കൊണ്ട് മാത്രമേ നമ്മൾ വായിപ്പിക്കാൻ നമുക്ക് സമയം കിട്ടുള്ളൂ. അപ്പോൾ വായിക്കണം. എഴുതാൻ പറഞ്ഞാൽ എഴുതണം. നിങ്ങൾ ഖുർആൻ ഓതുന്നവരാണ്, അല്ലെങ്കിൽ ഞാൻ പാരായണം ചെയ്യുന്ന എനിക്ക് തജ്വീദ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിൽ ചേർന്നത്. നോ എനി എക്സ്ക്യൂസ്. ഓൾ സ്റ്റുഡൻസ് ഹാസ് സെയിം റൂൾ. അതായത് നിങ്ങൾ ഒരു പകുതി മുക്കാൽ ഭാഗം ആയതിനു ശേഷം പിന്നെ പറയും, താ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, ഇതിന്റെ മഖ്റജ് എന്ന് പറഞ്ഞുതരുമോ? അങ്ങനെയല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. ത, ഹൗ യു സേ ത? ത എങ്ങനെ പറയും? ത ത. ബ എങ്ങനെ പറയും? ബ ബ ബ. മലയാളത്തിലെ ബഹുമാനപ്പെട്ട ബ അല്ല. എനിക്കിപ്പോൾ സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ബ അറബിയുമായിട്ട് കൂടുതൽ ബന്ധമുള്ളത് കൊണ്ട് മലയാളത്തിലെ ബ അറബിയിലെ ബ ആയിട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. സാധാരണ അങ്ങനെയല്ല. മലയാളികൾ അറബി പറയുമ്പോൾ മലയാളത്തിലെ ബ ആയിരിക്കും അറബിയിൽ പറയുക. അങ്ങനെയല്ല. ബ എന്ന് പറയുമ്പോൾ സ്വരം വായുടെ അകം പതിഞ്ഞ് സ്വരം പുറത്തേക്ക് പോകണം. വായുടെ അകം പതിഞ്ഞ് സ്വരം പുറത്തേക്ക് പോകണം. അതാണ് ബ. എവിടെ നിന്നാണ് അതിൻ്റെ മഖ്റജ് എന്നൊക്കെ ചോദിക്കരുത്, ഇപ്പം ചോദിക്കരുത്. അത് നമുക്ക് തജ്വീദിൻ്റെ വേറെ ക്ലാസ് വരും, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ബ ത. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അറ്റൻഡൻസ് കൂടെ നോക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോ ബ ത ഉച്ചാരണം മനസ്സിലായല്ലോ. ബ ത ത ത ത. ത എന്ന് പറയുമ്പോഴത്തേക്ക് സൗണ്ട് എങ്ങോട്ട് പോകണം? സൗണ്ട് സ്ട്രൈറ്റ് പുറത്തേക്ക് പോകണം. മലയാളത്തിലെ ത ആണെങ്കിലോ ത ത ത. 50% പുറത്തേക്കും 50% അകത്തേക്കുമാണ് സൗണ്ട് പോകുന്നത്. അറബി പറയുമ്പോൾ ഫുള്ളായിട്ട് പുറത്തേക്ക് പോകണം. ത ത ത ബ ത ബ ത. ഓക്കെ. അപ്പോൾ ബ പഠിച്ചു, ത പഠിച്ചു. 2 ഡോട്ടുണ്ട്. 2 ഡോട്ട് അറബിയുള്ള ചിലപ്പോൾ ഒരുമിച്ചായി പോകും. നമ്മൾ ഓർമ്മിച്ച് വെച്ചോളണം. ഇവിടെ 2 ഡോട്ട് നമ്മൾ പേന കൊണ്ട് 2 എണ്ണം അടുത്തെടുത്തിട്ടാൽ പേനയുടെ ഓട്ടോമാറ്റിക്കായിട്ട് പേന എന്ത് ചെയ്യുന്ന സ്വീകരിച്ചിട്ട് 2 എണ്ണം ഒരുമിച്ചായി കളയും. അപ്പോൾ ത പിടിച്ചു. ഇനി താക്ക് എന്ത് ചെയ്യാം? ഈ സ്വരം കൊടുക്കാം.
അപ്പം എന്തായി? ടി ആയി. അതിന് കർവ്ഡ് സിമ്പൽ കൊടുത്താൽ എന്തായി? 2 ആയി. ട ടി ടു. 3 സ്വരങ്ങളേ ഉള്ളൂ. അ ഇ ഉ. അ ഇ ഉ. മലയാളത്തിലൊക്കെ ഉള്ളതുപോലെ എ അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ ഉള്ളതുപോലെ വേറെ എന്തെങ്കിലും സ്വരമൊന്നും അറബിയിലില്ല. അറബിയിൽ 3 സ്വരങ്ങളേ ഉള്ളൂ. അ ഇ ഉ. പിന്നെ അതിനെ ലെങ്തൻ ചെയ്യുക, ദീർഘിപ്പിക്കുകയാണ്. സോ അവിടെ എ ഓ യകാരം ഓകാരം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വേറെ സിമ്പൽ ഇല്ല. അപ്പൊ 3 സ്വരമേ ഉള്ളൂ. അ ഇ ഉ. ട ടി ടു. ബ ബി ബു. ട ടി ടു. ഇതിങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കണേ. ഖുർആൻ വായിക്കുന്നവരോട് പ്രത്യേകിച്ച്. എനിക്കറിയും ഇത് ഇപ്പോൾ എൻ്റെ സ്വരം നേർക്ക് നേരെ കേട്ട് പഠിക്കുന്നവർ ഇങ്ങനെ തന്നെ ഉച്ചരിക്കുള്ളൂ. ഖുർആൻ വായിക്കാൻ നേരത്തെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആയിരിക്കും. പിന്നെ മഹ്റജൊന്നും പഠിക്കണ്ട. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് എൻ്റെ പേരക്കുട്ടികൾ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരും. ഇത് അങ്ങനെയല്ല, ഉപ്പ പറയുന്നതല്ല പറയേണ്ടത്, ഇങ്ങനെയാണ് പറയേണ്ടതെന്ന് പറയും. കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് കറക്റ്റായിട്ടല്ല അവർ ഉച്ചാരണം പഠിപ്പിച്ചിരുന്നത്. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ കറക്റ്റായിട്ട് ഉച്ചാരണം പഠിപ്പിക്കുക. അവർ ഇത് അതിൻ്റെ ഏത് വായിൽ ഏത് പൊസിഷനിൽ നിന്നും പറയണമെന്നല്ല പറയുന്നത്, അതിൻ്റെ ഉച്ചാരണം കറക്റ്റായിട്ട് പറഞ്ഞ് പഠിക്കുക. ഓക്കെ. 2. അപ്പോൾ ഒരു ലെറ്റർ ബ, രണ്ടാമത്തത് ട. ബ ട. ഇനി ഒരു സംഗതിയും കൂടെ. രണ്ട് ഡോട്ട് ഇട്ടു. 2 ഡോട്ടിന്റെ നേരെ മുകളിൽ 2 എണ്ണത്തിന്റെ മധ്യത്തായിട്ട് എന്ത് ചെയ്യണം? ഒരു ഡോട്ട് ഇട്ട് കൊടുക്കണം. അപ്പൊ എന്തായി? സ. ലിസൺ ഹിയർ. സ സ. സായുടെ ഉച്ചാരണം ശ്രദ്ധിക്കുക. സ സ സ സ. സ സ സ. സ പറയുമ്പോഴത്തേക്ക് അടുത്തിരിക്കുന്ന സംഗതി പറന്നു പോകും. സ സ. മെഴുകുതിരിയാണെങ്കിൽ അത് അണഞ്ഞു പോകും. വിളക്ക് അതുപോലുള്ള സംഗതിയാണെങ്കിൽ ഫ്ലെയിം അങ്ങോട്ട് പോകും. പേപ്പർ ആണെങ്കിൽ പേപ്പർ പറക്കും. സ. പൊടിയാണെങ്കിൽ പൊടി പറക്കണമെങ്കിൽ സ പറഞ്ഞാൽ മതി. കയ്യിൽ പൊടി ഉണ്ടെങ്കിൽ സ പറഞ്ഞാൽ മതി. സ. ഭൂ പറയണ്ട, ഭൂ പറയണ്ട, സ പറഞ്ഞാൽ മതി. സ സ പറഞ്ഞു നോക്ക്. സ സ പറയുമ്പോൾ ശബ്ദം കാറ്റ് പോകുന്നുണ്ടോ? സ പറഞ്ഞു നോക്ക്. സ സ ഇല്ല. സ. നാക്ക് കുറച്ച് വെളി വരണം. നാക്ക് കുറച്ച് വെളി വരണം. സ സ സ സ സ. ആ പറയ്. സ സ സ സ സ സ. ഓക്കെ. അപ്പൊ 3 ലെറ്ററായി. 1 ബ, 2 ട, 3 സ. Let us go to the screen. ഓക്കെ. അപ്പൊ സ. TSH അല്ല കേട്ടോ. There is no equivalent, no equivalent in any other language. Sa is a unique pronunciation in Arabic. Sa 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 sa. Okay. Appo namukku don't write this language in any other language. Now we are learning the accurate or exact language and pronunciation. So don't need to write in any other language. ചില ആൾക്കാരൊക്കെ എഴുതി വെക്കുന്നുണ്ട് ടി, താഴെ 2 ഡോട്ടുള്ള അതിന്റെ മുകളിൽ ടി എച്ച് എഴുതുന്നുണ്ട്. ദാറ്റ് ഈസ് ത ഓർ ദ. There is some smoothness in the th, and when you write thsa, it is not correct. Anyway, sa is soft and there is air coming out from the mouth and some part of a little part of the tongue should come out. Okay. നാവിന്റെ അല്പം പുറത്തേക്ക് വരണം.
എന്നിട്ട് നാവിന്റെ അല്പം പുറത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്യുന്നു? നാവിന്റെ അല്പം പുറത്തേക്ക് വന്നിട്ട് മുകളിലത്തെ പല്ല് എന്ത് ചെയ്യും? ഇത് ടച്ച് ചെയ്യും. മുകളിലത്തെ പല്ല് നാവിൽ ടച്ച് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അക്ഷരം വരുന്നത്. മുകളിലത്തെ പല്ല് നാവിന്റെ അല്പം പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരുന്ന ഭാഗത്ത് ടച്ച് ചെയ്തിട്ടാണ് ശബ്ദം വരുന്നത്. ഷായും ഷായും എല്ലാം ജായും ഡ ഒക്കെ ഇംഗ്ലീഷിലെ TH ഒക്കെ പറയുന്നത് നാവിന്റെ പല്ലിന്റെ അകത്തുനിന്നാണ്. പറഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവും. ഇത് എഴുതി വെക്കുക നിങ്ങൾ. സ പറയുമ്പോൾ 3 ഡോട്ടുള്ള സ പറയുമ്പോൾ നാവിന്റെ അല്പം പുറത്ത് വരണം. മുകളിലത്തെ പല്ല് താഴോട്ട് വന്നിട്ട് എന്ത് ചെയ്യണം? ടച്ച് ചെയ്യണം. നമ്മൾ സ്റ്റാപ്ലറൊക്കെ ചെയ്യുമ്പോൾ ടച്ച് ചെയ്യില്ലേ എന്ന് പറഞ്ഞ പോലെ മുകളിലത്തെ പല്ല് താഴോട്ട് വന്നിട്ട് ടച്ച് ചെയ്തിട്ടാണ് സ പറയേണ്ടത്. ഓക്കെ, സോ ഒന്നുകൂടി ബ ത സ. സോ സായുടെ ഡോട്ട് 3 എണ്ണം എങ്ങനെ വരും? ട്രയാങ്കിളിലായിട്ടാണ് വരിക. 3 ഡോട്ട് എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ട് 3 ഡോട്ട് ഇട്ടാൽ പോരാ. ദിസ് ഈസ് നോട്ട് കറക്റ്റ്. 2 ഡോട്ട് ഇട്ടാൽ അതിന്റെ നേരെ മധ്യത്തായിട്ടാണ് മുകളിലായിട്ട് മൂന്നാമത്തെ ഡോട്ട് വരേണ്ടത്. അപ്പോൾ ട്രയാങ്കിൾ ഇതിലായിരിക്കും വരിക. ഇവിടെ ഡോട്ട്, ഇവിടെ ഡോട്ട്, ഇവിടെ ഡോട്ട്, അങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ സ ഒന്നുകൂടെ നോക്കുക. സ മൂന്നാമത്തെ ലൈനിൽ സ സ. ഇനി അതിനെ എന്ത് ചെയ്യുക? അതിന്റെ സ്വരച്ചിഹ്നം താഴെ ഇടുക. അപ്പോ സി കർവ്ഡ് സിമ്പൽ ഇട്ടു. സു. ഈ പേന എഴുതുമ്പോൾ ഈ 2 ഡോട്ട് അടുത്ത് പോയാൽ അത് രണ്ടും കൂടെ ഒരു ഒന്നാണെന്ന് വിചാരിക്കും. എന്താ സു സ സി സു. ബ ബി ബു ത തി തു സ സി സു. പറഞ്ഞു നോക്ക്. ബ ബി ബു രണ്ടാമത്തേത് ത 2 ഡോട്ട്. ഓക്കെ, റിമെമ്പർ. എങ്ങനെ ഓർമ്മിച്ച് വയ്ക്കും? ഇപ്പൊ നമ്മള് ഇത് നോട്ട്ബുക്ക് നോക്കിയല്ല പഠിക്കേണ്ടത്. കുട്ടികളെ പേരൻസ് 10 years ഉള്ള കുട്ടികളെയൊക്കെ എന്ത് ചെയ്യാം? പേരൻസ് ശ്രദ്ധിക്കേണ്ടത് എന്ത് ചെയ്യണം? അവരോട് പറയുക ഏതൊക്കെ അക്ഷരങ്ങളാണ് പഠിച്ചത് അതിവിടെ എഴുതി നോക്കാൻ പറയുക. അപ്പോ സിംഗിൾ ബോട്ട്, a dot on the bottom, it is ba. 2 dots on the top, it is ta. If you put another dot on the top of ta, it is sa. Okay, these are the 3 letters we studied. Ini so ba ta sa. ഇനി ഒരു ലക്ഷം കൂടെ നമുക്ക് പഠിക്കണം. ഉള്ള ടൈം നമുക്ക് ഉപയോഗപ്പെടുത്താം. എന്താണ് അതിന്റെ ഐഡന്റിഫിക്കേഷൻ? സോ ലിസൺ ഹിയർ. മൈക്ക് ഓഫ് ചെയ്ത്. എന്താണ് ആ 4ാമത്തെ ലക്ഷണത്തിന്റെ പ്രത്യേകത? ഇപ്പൊ 3 ലെറ്റേഴ്സ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്ന് നമ്മൾ ഓർമ്മിച്ച് വെക്കണം. ബ ഹാസ് സിംഗിൾ ഡോട്ട് ഓർ 1 dot on the bottom. Ta has 2 dots on the top. Sa has 3 dots. Ta യുടെ മുകളിൽ 1 ഡോട്ട് കൂടെ അഡീഷൻ ഇട്ടാൽ എന്തായി? sa ആയി. There is no any other difference between these 3 letters. ഈ 3 ലെറ്റേഴ്സും തമ്മിൽ വേറെ യാതൊരു വ്യത്യാസവുമില്ല. Then the third letter, 3ാമത്തെ ലൈൻ ശ്രദ്ധിക്കുക. ഈ 3ാമത്തെ ലൈനിലാണ് നമ്മൾ ബേസ് ലൈൻ എന്ന് പറഞ്ഞത്. ബേസ് ലൈനിൽ നിന്നും അല്പം ഇറക്കി എഴുതണം. ബേസ് ലൈനിൽ നിന്നും അല്പം ഇറക്കി ചെറിയ ഒരു റൗണ്ട് ആയിട്ട് എഴുതണം. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ ഒരു സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ക്ലോക്ക് വൈസ് റൗണ്ട് റൈറ്റിംഗ്. അത് ഞാൻ ഹോംവർക്കായിട്ട് തരാമെന്ന് വിചാരിച്ചാണ്. നമ്മൾ എഴുതുമ്പോൾ വാച്ചിന്റെ സൂചി വലത്തുനിന്ന് ഇടത്തോട്ട് കറങ്ങുന്നത് പോലെയാണ് നമ്മൾ എഴുത്ത്.
ക്ലോക്ക് വൈസ് റൗണ്ട് റൈറ്റിംഗ്. ഇത് കറക്റ്റായിട്ട് ഞാൻ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് പറഞ്ഞുതരാം. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇപ്പം നമ്മൾ വലത്തുനിന്ന് ഇടത്തോട്ടാണ് വരയ്ക്കുന്നത്, അതേപോലെ സൂചി കറങ്ങുന്നത് പോലെ വലത്തുനിന്ന് ഇടത്തോട്ട് കറങ്ങി വരയ്ക്കും. ഇതാണ് രണ്ടാമതൊരു മെത്തേഡ്. ഒന്നാമത് നമ്മൾ പറഞ്ഞത് എന്താണ്, തോണി വരയ്ക്കുക, റൈറ്റ് ടു ലെഫ്റ്റ് ലോങ് റൈറ്റിംഗ്. അപ്പോൾ റൗണ്ടായിട്ട് എഴുതാൻ നമുക്കറിയും. നമ്മൾ ഇവിടെ നിന്ന് വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതുന്ന സംഭവം നമുക്കില്ല കേട്ടോ. സോറി, ഇടത്തുനിന്ന് വലത്തോട്ട് എഴുതുന്നില്ല. നമ്മൾ ഇടത്തുനിന്ന് വലത്തോട്ട് ഇങ്ങനെയുള്ള എഴുത്തൊന്നും ഇല്ല. നമ്മൾ സന്ദർഭം വരും പറയും, ചില സമയത്ത് വേണ്ടി വരും ചിലപ്പോൾ, പക്ഷേ കോമൺലി അങ്ങനെ എഴുതിയിട്ടില്ല. നമ്മൾ എഴുതുന്ന എല്ലാം എന്താണ്, വലത്തുനിന്ന് ഇടത്തോട്ടാണ്. അപ്പോൾ 10 years ഉള്ള 10, 11, 12, 13 years ഉള്ള സ്റ്റുഡൻസിൻ്റെ പേരൻസ് നോക്കണം. അപ് ടു 15 years വി ഹാവ് ടു മാനേജ് ദം. പേരൻസ് ഹാസ് ടു മാനേജ് ദം. 15 വയസ്സ് വരെ അവർ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല, ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അവർ മാനേജ് ചെയ്യണം. 10, 11, 12, 13 വയസ്സ്, അതിന് എബോ എനിക്കറിയില്ല. 10 വയസ്സുള്ള കുട്ടികൾ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ മീനിങ് പഠിക്കുന്നവരുണ്ടായിരുന്നു, 10 വയസ്സുള്ള കുട്ടി. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് പോലും പഠിക്കാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. പക്ഷേ എന്ത് ചെയ്യണം, പേരൻസ് അവരെ ഗൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കുകയാണ്. എങ്ങനെ എഴുതുന്നത്, ഈ ലൈൻ, മൂന്നാമത്തെ ലൈൻ കണ്ടല്ലോ, മൂന്നാമത്തെ ലൈനിൻ്റെ അല്പം മുകളിൽ നിന്ന് തുടങ്ങുന്നു, എന്നിട്ട് അത് താഴോട്ട് അല്പം ഇറക്കി എഴുതുന്നു, എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നു, ഒരു ഡോട്ട്. ഇറ്റ് ഈസ് കോൾഡ് ന. ന. സോ ന, വാട്ട് ഈസ് ദ ഐഡന്റിറ്റി ഓഫ് ദ ന? നായുടെ അടയാളം എന്താ? നായുടെ അടയാളം, നായ്ക്ക് എന്തുണ്ട്? സ്റ്റൊമക്ക് ഉണ്ട്. മലയാളത്തിൽ അംബർല കട്ട് എന്ന് പറയുന്നത്. എക്സ്ട്രാ സ്റ്റൊമക്ക്, വയർ ഉണ്ട് നായ്ക്ക്. ഇവിടെ എല്ലാം ലോങ് ലെറ്റേഴ്സ് ആയിരുന്നു. ഇവിടെ ന ഒറ്റയ്ക്ക് എഴുതുമ്പോൾ, ന ഒറ്റയ്ക്ക് എഴുതുമ്പോൾ, ഓർ അറ്റ് ദി എൻഡ് ഓഫ് എ വേർഡ്, എൻഡ് ഓഫ് ദ വേർഡ് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് വരും. തൽക്കാലം ഇത് നായുടെ ഐഡന്റിഫിക്കേഷൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക. നായുടെ ഐഡന്റിഫിക്കേഷൻ എന്താ? നായ്ക്ക് എന്തുണ്ട്? സ്റ്റൊമക്ക് ഉണ്ട്, എക്സ്ട്രാ സ്റ്റൊമക്ക് ഉണ്ട്. ന, only one dot on the top, but it has extra stomach, വലിയ വയറുണ്ട്, ബെല്ലി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി, ലോങ് ബ, സ്വരചിഹ്നം താഴെ ഇട്ടു ബി, കർവ്ഡ് സിമ്പൽ ഇട്ടു ബു, രണ്ടാമത് 2 ഡോട്ട് ഇട്ടു ത, അതിന് ചുവടെ സിമ്പൽ ഇട്ടു ടി, അതിന് കർവ്ഡ് സിമ്പൽ ഇട്ടു ടു, മൂന്നാമത് സ പഠിച്ചു, 3 ഡോട്ട് സ. അതിൻ്റെ ഉച്ചാരണത്തിന് പ്രത്യേകതയുണ്ട്, അതുകൊണ്ട് അതിനെ ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റും. സി, മൂന്നാമത് സു, ഒരു ചെറിയ ഒരു വളവിഞ്ഞിട്ട് കൊടുത്തായി സു. ഇനി പഠിക്കാൻ പോകുന്നത്, ഇനി നമ്മൾ അവസാനം ലാസ്റ്റിൽ പഠിച്ചത്, അതിന് ബെല്ലിയുണ്ട് അല്ലെങ്കിൽ സ്റ്റൊമക്ക് ഉണ്ട്. ആ സ്റ്റൊമക്ക് പകുതി വരയുടെ താഴെയും പകുതി, 2 വാലും മുകളിലും വയറ് താഴെയുമാണ് എഴുതേണ്ടത്. ന, ന, നി, ന്യൂ. ഓക്കെ, നിങ്ങൾ ഇതുപോലത്തെ ഏത് അക്ഷരം ഏത് ലാംഗ്വേജ് എടുത്ത് നോക്കിയാൽ അതിലെന്തായിരുന്നാലും കുറേ അധികം വളവുകൾ ഉണ്ടാവും അല്ലേ? ഹിന്ദിയിൽ എന്നാ എഴുതി നോക്കിയാ ന അല്ലേ, മലയാളത്തിൽ ന, ഇംഗ്ലീഷിൽ ന. ഞാൻ പിന്നെ അതിൽ വേറെ ഒരു ഇതും കൂടി വേണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതൊന്നും സിമ്പിൾസ്, വൊവൽ സിമ്പിൾസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് അറബിയുടെ പ്രത്യേകത. കാരണം 3 ലെറ്റേഴ്സ് എഴുതി അങ്ങനെ തന്നെ വായിക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നും വായിക്കാൻ പറ്റില്ല.
ഓക്കെ, ഇനി ആണ് അടുത്ത തമാശ വരാൻ പോകുന്നത്. അതെന്താ? നമ്മൾ ഇവിടെ വരച്ചല്ലോ, വരച്ചു, കണ്ടിന്യൂസ് ആയിട്ട് വരച്ചു. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഒരു ഡോട്ട് ഇട്ടു. നേരത്തെ നമ്മൾ കുറേ നിരവധി വരച്ചല്ലോ, നിരവധി വരച്ചിട്ട് ഇപ്പം 3 എണ്ണം മാത്രം വരച്ചിട്ട് ഒരു ഡോട്ട് ഇട്ടു. വിച്ച് ലെറ്റർ ഹാസ് 1 ഡോട്ട് ഓൺ ദ ടോപ്പ്? മുകളിൽ ഒരു ഡോട്ടുള്ള അക്ഷരം ഏതാണ്? only 1 dot. There is no any other identification. It has stomach but at the end only. വേർഡിന്റെ എൻഡിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് മാത്രമേ അതിനെ വയർ കാണാൻ പറ്റുള്ളൂ. ചില സമയത്ത് അങ്ങനെയാണല്ലോ, വയർ കാണുമ്പോഴത്തേക്ക് എല്ലാ സമയത്തും വയർ കാണാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ ആ ഇട്ടു, ന ഒരു ഡോട്ടുള്ള അക്ഷരം വരച്ചു. താഴെ ഒരു ഡോട്ടുള്ള അക്ഷരം വരച്ചു. ബ. താഴെ മുകളിൽ 2 ഡോട്ട് ഇട്ടു. ത. ഇപ്പം മനസ്സിലായോ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാൻ പറഞ്ഞ എന്തിനാണെന്ന്? ഇങ്ങനെ അങ്ങ് വരച്ചു പോയിട്ട് മുകളിൽ ഒരു ഡോട്ട് ഇട്ട് ന, താഴെ ഒരു ഡോട്ട് ഇട്ട് ബ, മുകളിൽ 2 ഡോട്ട് ഇട്ട ന ബത്ത, ന ബത്ത മുളച്ചു, ന ബത്ത മുളച്ചു, ചെടി മുളച്ചു, ന ബത്ത. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്ക് ബാക്കി പ്രസന്റേഷൻ നോക്കാം. ഞാൻ ഇന്ന് മലയാളത്തിൽ എഴുതിയോണ്ട് കുഴപ്പമില്ല, പക്ഷേ നമ്മൾ വേറൊരു ലാംഗ്വേജിൽ കഴിയുന്നതും എഴുതാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾക്ക് വായിച്ചു നോക്കാം. നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ 3 അക്ഷരം, ബ, 4 അക്ഷരം ബ, ത, സ, ന, ബ, ത, സ, ന, ബ, ത, സ, ന. യെസ്, ബ, ത, സ, ന. ഓക്കെ, ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് സ്വരചിഹ്നം ചേർത്ത് പറയണം. ബ, ബി, ബു, ത, തി, തു, സ, ബ, ബി, ബു, സ, സി, സു, സി, സു, ന, നി, നു. യെസ്. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്യണം? മുകളിൽ നിന്ന് താഴോട്ട് എഴുതണം. ബ, ബി, ബു, ത, തി, തു, സ, സി, സു. മുകളിൽ നിന്ന് താഴോട്ട് എഴുതണം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? നേരത്തെ വരച്ച പോലെ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ട് വരച്ചിട്ട് എന്ത് ചെയ്യുന്നു? അടയാളം കിട്ടും. അപ്പൊ എന്ത് വായിക്കാം? ന ബത്ത. അതേപോലെ കർവ്ഡ് സിമ്പിൾ ആദ്യം കൂടെ ഒന്ന് ഇട്ടു. നു ബി ത, ന ബത്ത, നു ബി ത, സ ബ ത, സബത, സു ബി ത, സുബിത. ന ഉണ്ടോ? വയറുള്ള ആള്. ത ബി ന, തബീന, തബീന, തബീന. Okay, this is only for today. ആർക്ക് വായിക്കാം? ഓക്കെ, വായിച്ചോ വേഗം വായിക്കോ, സമയമില്ല.
ba bi bu ba bi bu ബ ബി ബു ഇപ്പൊ എന്താ സ്ക്രീനിൽ എന്താ കാണുന്നത്? na ni nu സ്ക്രീനിൽ nabata നബത nabata നബ- nabata നബത ഒരാൾ വായിച്ചാരാ? nabata nabata അഹമ്മദ് യാസീൻ. ഏ വരുന്നതൊക്കെ മുകളിൽ വരും. ഒരാൾ മൈക്കോൺ ചെയ്യാൻ ഇപ്പൊ പറഞ്ഞ ആര് വായിക്കണമെന്ന്. നബത ഷഹീർ. റുക്സർ ആ വായിക്കേ. നബത ഓക്കെ, കണ്ടിന്യൂ. ഓക്കെ പറയില്ലേ ഞാൻ. നബത്ത നബത്തു ന്യൂ ബീറ്റ താഴെ നുബീത ആ ആ ഇപ്പുറത്ത് പേര് പറഞ്ഞാൽ മതി. പേര് സലിൻ. ആ വായിച്ചോ. Ba, റൈറ്റ് bi, ടു bu. ലെഫ്റ്റ്, റൈറ്റ് ടു ലെഫ്റ്റ് കേട്ടോ. റൈറ്റ് ടു ലെഫ്റ്റ്. റൈറ്റ് ടു ലെഫ്റ്റ്. ആ ബാ ബി ബു ബാബു താ, കാണുന്നുണ്ടോ അവിടെ? ഉണ്ട്. ഓക്കെ, ഒരു സെക്കൻഡ്. ഇപ്പൊ എന്താ കാണുന്നത്? നബത്ത ആ നബത്ത ശബത്ത. ആ ശബത്ത ഒരാൾ സലിൻ മാത്രം വായിക്കും. ആ നബത്ത റൈറ്റ് സൈഡ് ശബത്ത നോട്ട് ഷ, സബത്ത. നാവ് പുറത്ത്. സബത്ത ശബത്ത not sha. When you Sha. say sha, your tongue should be inside. sa When you say sabata sha, let the sabata tongue come and outside. Sabata. Shabata. Salim. Shabata. ശബത്ത Not sha. Little tongue outside. Sabata. ശബത്ത Yes. ശബത്ത നുബിത്ത സബിത്ത Su. Subita. സുബിത്ത സബിത്ത Tabina. Na. What is Tabina. the identity of the na? There is stomach. Wire ഉണ്ട് താഴോട്ട്. അപ്പോ na. Tabina. സജീർ ഖാലിദ്. സജീർ. yes. nabata ആ sabata nubita ശുഭിത്ത. സുബിത. subita subita ആ subita tabina സബീന. tabina സബീന. ഹിദായ സൈനബ്. കൈ കാണിച്ചിട്ടുണ്ട്. വായിച്ചോ. nabata sabata ആ ശബത്ത. nubita ആ subita ആ sabina ഓക്കെ, എക്സലന്റ്. ഷഹീർ. ഷഹീർ വായിച്ചോ. നബത്ത ശബത്ത നിങ്ങളുടെ നുബീത്ത. പേര് എല്ലാം കാണിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പേര് എന്താണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന പേര്? അതല്ല. ഷഹീർ എ. ഷഹീറിയ. ഓക്കെ വരുന്നുണ്ട്. ഓക്കെ. നബത്ത ശബത്ത ഷാ അല്ല സർ. ശബത്ത ശബത്ത നാക്ക് വെളിയിൽ. ശബത്ത യെസ്. ശബത്ത നുബിത്ത ശുഭിത്ത. നോട്ട് ഷൂ. ഷൂ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മിറർ നോക്കണം. ഷൂ പറയുമ്പോൾ നാക്ക് അകത്താണ്. ഷൂ പറയുമ്പോൾ നാക്ക് പുറത്ത് വരും. സുബീത്ത. ശുഭിത്ത. നോട്ട് ഷുഡ് ബി ലൈക്ക് ദാറ്റ്. സുബീത്ത. നാക്ക് വെളിയിൽ പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുത്. ഇപ്പൊ കറക്റ്റ് ചെയ്താൽ കറക്റ്റ് ചെയ്ത് തന്നെ, പിന്നെ ആജീവനാന്ത നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാവില്ല. അതേസമയം ഇപ്പൊ കറക്റ്റ് ചെയ്തിട്ടില്ലേ നിങ്ങൾക്ക് ആജീവനാന്ത കറക്റ്റ് ആവില്ല. സുബിത്ത. സുബീത്ത. സുബിത്ത. യെസ്. സുബിത്ത. ലാസ്റ്റ് വൺ. തബീന. തബീന. ഓക്കെ. അടുത്ത ആൾ ജലീൽ. ഓക്കെ. നബത്ത എച്ച് അബ്ദുൽ ജലീൽ.
Nabata, Sabata, Nubita, Subita, Sabina. Tabina. 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 Okay, excellent. Next. ആളുടെ പേര് പറയാം, ഓക്കെ പറയാം. അറഫാത്ത്. ഓക്കെ അറഫാത്ത്. നബത, സബത, നുബിത, സുബിത, തബീന. എക്സലന്റ്. ആഷിഖ്. അടുത്ത ആള് പേര് പറഞ്ഞാൽ മതി. ആഷിഖ്. മുഹമ്മദ് ഫല. ഓക്കെ മുഹമ്മദ് ഫല. നബത, സബത, നുബിത, സുബിത, തബീന. മാഷാഅല്ലാ, എക്സലന്റ്. ഹൗ ഓൾഡ് ആർ യു? 10. മാഷാഅല്ലാ, വെൽ ഡൺ, വെൽ ഡൺ. കീപ് ഇറ്റ് അപ്പ്. നെക്സ്റ്റ് അടുത്ത ആള് പേര് പറയും. ആഷിഖ്. ഓക്കെ വായിക്കുക. ആഷിഖ്. ആഷിഖ്. നബത, നബത, സബത. സബത, നുബിത, സുബിത, തബീന. ഓക്കെ വെൽ ഡൺ. അടുത്ത ആള് ലത്തീഫ്. അബ്ദുൽ ലത്തീഫ്. അബ്ദുൽ ലത്തീഫ് എം. ഓക്കെ. നബത, സബത, നുബിത, സുബിത, തബീന. എക്സലന്റ്. അടുത്ത ആള് പേര് പറഞ്ഞാൽ മതി. ഡോക്ടർ മുഹമ്മദ്. ഡോക്ടർ മുഹമ്മദ്, ഗോ ഹെഡ്. നബത, സബത, നുബിത, സുബിത, തബീന. എക്സലന്റ്. അടുത്ത ആള് പേര് പറയും. സലാഹുദ്ദീൻ, ഗോ ഹെഡ്. നബത, സബത, നുബിത, സുബിത, തബീന. എക്സലന്റ്. അടുത്ത ആള് ഫിറോസ്. ഒന്നുകൂടെ പറയും. ഫിറോസ് മജീദ്. ഓക്കെ. യെസ്. നബത, സബത, സബത, not go to Nubita. not go to don't go to sa. When you say sa, tongue is inside. Yes. നാക്ക് പുറത്തേക്ക് വരട്ടെ. Okay. Nabata, Sabata, Yes, yeah. Nubita, Subita, Yeah. Tabina. Okay. I can't hear anyone. Aisha, why you can't hear? Everybody can hear me. Check your microphone. ഞാൻ പറയുന്നത് കേട്ടില്ല, പിന്നെ എങ്ങനെ ചെക്ക് ചെയ്യാല്ലേ? I can't hear. Yeah, somebody has answered already. Okay. അടുത്ത ആളാരാ? പേര് പറയും. റുക്സാർ. റുക്സർ. ഓക്കെ. നബത, സബത, തുബിത, നുബിത, സുബിത, തബീന. എക്സലന്റ്, വെൽ ഡൺ. നെക്സ്റ്റ് അടുത്ത ആള് സുമയ. സുമയ്യ സെറിൻ. നബത, സബത, നുബിത, സുബിത, തബീന. വെൽ ഡൺ. അടുത്ത ആള് ഫാത്തിമ അനിസം. ഫാത്തിമ നിസാം. ഫാത്തിമ നിസാം. അങ്ങോട്ട് മാറിപ്പോയതാണ്. ഓക്കെ. ഫാത്തിമ നിസാം. ഓക്കെ വായിക്കും. നബത, ശബന, ശബത, നാക്ക് വെളിയിൽ. നാക്ക് വെളിയിൽ. ശബത, ശബത, No. Sabata. ശബത. Temper. Ta has temper. Sabata. ശബത. നാക്ക് വെളി വരണം. Ta പറയുമ്പോ ടെമ്പർ വേണം. Sabata. ശബത. No. Sabata. മലയാളത്തിൽ പദ എന്ന് എഴുതുമ്പോഴത്തേക്ക് പായും ദായും പദം എന്നെഴുതുന്നതും പദ എന്നെഴുതുന്നതും ഒരേപോലെയാണ് മലയാളത്തിൽ. അതേസമയം അല്ല അറബിയിലെ ta has temper ഉള്ള അക്ഷരമാണ് ta. ശബത. ശബത. No. ശബത. നാക്കിന്റെ അറ്റം പല്ലിന്റെ അടുത്ത് ഒന്ന് തട്ടണം. ശബത. ശബത. Where is your tongue? How old are you?
നാക്ക് നാക്ക് പല്ലിന്റെ അടുത്തേക്ക് വരരുത്. നാക്ക് പല്ലിന്റെ അടുത്ത്. ട ട ട ട സബത. സബത. ധ പറയുമ്പോൾ നാക്ക് വളഞ്ഞിട്ടാണ് വരുന്നത്. ധ പറയുമ്പോൾ നാക്ക് വളയും. സ്ട്രൈറ്റ് ആയിട്ട് വേണം. നാക്ക് സ്ട്രൈറ്റ് ആയിരിക്കണം. ടങ് ഷുഡ് ബി സ്ട്രൈറ്റ്. അതിന്റെ എന്ത് ചെയ്യണം? പല്ല് മുളച്ചിട്ടില്ലേ? പല്ല് മുളയ്ക്കുന്ന പല്ല് എവിടെയാണ്? പല്ലിന്റെ എൻഡ് എവിടെയാണ് അതിന്റെ മോണയിൽ തട്ടുന്നത്? അവിടെ വന്ന് ടച്ച് ചെയ്യണം. നാവ് സ്ട്രൈറ്റ് ആയിരിക്കണം. പല്ലിന്റെ അടുത്തൊന്ന് തൊടണം. Are you studying in the school? Sabata. 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 Don't laugh. Don't laugh. Everybody is here same in the same situation. ഞാൻ അക്ഷരങ്ങളെല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ്. അതാണ് പ്രോബ്ലം. That is the problem. If you are a new student, I can teach you very easily. You heard the student of 10th year read correctly in exact pronunciation. So somebody has taught you bad pronunciation. This is the problem. Listen. Sa ba ta ta. മിറർ നോക്കി പറഞ്ഞു നോക്കണം. നാവ് സ്ട്രൈറ്റ് ആയിട്ട് വരണം. നാവ് സ്ട്രൈറ്റ് ആയിട്ട് പല്ലിന്റെ അടുത്തൊന്ന് തൊടണം. നാവ് സ്ട്രൈറ്റ് ആയിട്ട് മുൻ പല്ലിന്റെ മുകളിലത്തെ പല്ലിന്റെ മുകളിലത്തെ പല്ലിന്റെ പല്ല് മുളയ്ക്കുന്ന സ്ഥലത്തൊന്ന് തൊടണം. Okay, next time, don't laugh. Next time you can correct it. Okay. Next one. Nubita. 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 Okay, go ahead. Subita. Not su. Subita. 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 ഏകദേശം പ്രൊനൗൺസിയേഷന്റെ അടുത്തേക്ക് വരുമ്പോൾ മലയാളത്തിലെ ദായി പോകുന്നുണ്ട്. മലയാളത്തിലെ ദായുടെ അടുത്ത് വരുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് എന്ത് ചെയ്യണം? ടെമ്പർ കൊടുക്കണം. മലയാളത്തിലെ ദാ പറഞ്ഞു നോക്കി. ദ പദം 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 എന്ന് പറയും. മതം എന്നൊക്കെ പറയുന്നിടത്ത് ദാ വരുന്നുണ്ട്. അവിടെ നിന്ന് എന്ത് ചെയ്യണം? അതേ സ്ഥാനത്ത് നാക്ക് വെച്ചിട്ട് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ആക്കണം. ദാ പറയുമ്പോ എന്തല്ല? ടൈറ്റ് അല്ല. ദാ പറയുമ്പോ ടൈറ്റ് അല്ല. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത്. ടാ പറയുമ്പോ ടൈറ്റ് ആക്കണം. സുബിറ്റ, നുബിറ്റ, ടബിന. ഓക്കെ ഓക്കെ, യു ക്യാൻ കറക്റ്റ് നെക്സ്റ്റ് ടൈം. അടുത്തയാള് The time is over. Ramla Abdurrahman, KM, പറയൂ. മൈക്രോഫോണിന് കുഴപ്പമുണ്ട്. ഒന്നുകിലും ഇയർഫോൺ വെക്കണം, അല്ലെങ്കിൽ നെറ്റ് കറക്റ്റ് ആക്കണം. നെറ്റ് പ്രോബ്ലം ഉണ്ടാവും. മൈക്രോഫോൺ വെച്ചാലേ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ സ്ക്രീനിൽ നോക്കുമ്പോൾ ഇയർഫോൺ ഇല്ലെങ്കിൽ സ്ക്രീനിൽ നോക്കുമ്പോഴത്തേക്ക് ഫോൺ അകലെയാവും. അപ്പോൾ സൗണ്ട് കൃത്യമാവില്ല. അതായത് നെറ്റ് പ്രോബ്ലം ഉണ്ടാവും. ഇപ്പോൾ നെറ്റ് പറഞ്ഞല്ലോ, വയനാടും അവിടെയൊക്കെ നെറ്റ് പ്രോബ്ലം ഉള്ളവർ പ്രോബ്ലം ഇല്ലാത്ത സ്ഥലത്തേക്ക് പോകും. എന്ത് ചെയ്യുക? നെറ്റ് പ്രോബ്ലം ഇല്ലാത്ത സ്ഥലത്തേക്ക് തൽക്കാലം 1 മണിക്കൂറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യണം. അടുത്തയാള് അഹമ്മദ് യാസീൻ. ഓക്കെ. Nebata. Yeah. Zabata. No. Nubita. Sabata. Sa. കാറ്റ് വെളി വരട്ടെ. Sabata. Zabata. നാവ് സ്ട്രോങ് ആക്കണം. നാവ് ടൈറ്റ് ആക്കണം. ടൈറ്റ്. Sabata. Sabata. Zabata. No, za is soft. Sa. സ്ട്രോങ് ആയിട്ട് പറയേ. Sa.
Nubita, Yeah, Subita, yeah, Tabina, yeah. You have to correct the pronunciation of the sa having 3 dots. Okay, sa. Look at the mirror and say it. Sa. When you say sa, that part of a little part of tongue should come out. Sa. മിറർ നോക്കി പറയുമ്പോഴത്തേക്ക് കാണാൻ പറ്റും നാക്ക് അല്പം പുറത്ത് വരുന്നുണ്ടോ. അതേപോലെ ഒരു പേപ്പർ വെച്ച് നോക്കുക. ഒരു പേപ്പർ ഇങ്ങനെ വെച്ച് നോക്കുക. പേപ്പർ ഇങ്ങനെ വെക്കുമ്പോൾ സ സ സ സ സ സ കണ്ടോ. സ സ കാറ്റ് പോകും. ത പറയുമ്പോൾ കുറച്ച് അനങ്ങുള്ളൂ. സ പറയുമ്പോൾ കാറ്റ് പോകും. അടുത്തയാള് നിയാസ്. നിയാസ് വായിക്ക്. നിയാസ് ലബ്ബ. അതെ. യെസ്. നബത സബത നുബിത സുബിത തബീന. മാഷാഅല്ലാ, എക്സലന്റ്. എനിബഡി എൽസ്? ഇനി ആരെങ്കിലും ഉണ്ടോ? നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അടുത്ത ദിവസം ഇതേപോലെ നമ്മൾ വായനയ്ക്ക് കുറേ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട്, അപ്പം നിങ്ങൾ നെറ്റ് പ്രോബ്ലം ഇല്ലാത്ത സ്ഥലത്തായിരിക്കണം. ഞാൻ നേരത്തെ അതിൽ പറഞ്ഞിട്ടുണ്ട്, ഇയർഫോൺ വെക്കുക. വേറെ എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ പറയാം. സെയിം മൊബൈലാണ്. ബിജിന. ഓക്കെ, ബിജിന വായിക്ക്. നോ സ കാറ്റ് ഒളി വരട്ടെ. സബത Nubita, സുബിത. കാറ്റ് കുറച്ച് കൂടുതൽ പോട്ടെ. സുബിത പുറത്തേക്ക് പോട്ടെ. കാർബൺ ഡൈ ഓക്സൈഡ്. സുബിത. Tabina. സൂവിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആക്കണേ. മിറർ നോക്കി പറഞ്ഞു നോക്കണം. വായിക്ക്. Nabata, Sabata, Nubita, Subita, Tabina. പറയുമ്പോ നാവ് വളയാൻ പാടില്ല. സ്ട്രൈറ്റ് ആയി നാവ് നേരെ ഇരിക്കണം. നേരെ താ പറയുന്നിടത്ത് എവിടെയാ തൊടേണ്ടത് അവിടെ തൊട്ട് പറയാ. മലയാളം പറയുമ്പോ നാവ് കുറച്ച് വളഞ്ഞിട്ടാണ് താ എന്ന് പറഞ്ഞു നോക്കിയ മലയാളത്തിലെ താ അതൊരു തായാണ്. അങ്ങനെയല്ല, അറബിയിൽ താ പറയുമ്പോഴത്തേക്ക് നാവ് മുകളിലോട്ട് അങ്ങ് തൊടണം. ഓക്കെ. അടുത്തയാള് ഇനി ആരാ? സുഹറാജി. വായിക്ക്. നബത സബത നുബിത സുബിത തബീന. ഇപ്പൊ നിങ്ങളെ വീട്ടിലുള്ള കുട്ടികളും അതേപോലെ കേട്ട് പഠിച്ചോളും. കേട്ടാ? ഓക്കെ. അടുത്തയാള് ഇൻഷാ അല്ലാ. അടുത്ത നമ്മൾ കാണുന്നത് ഇന്ന് ശനി, ചൊവ്വാഴ്ചയാണ് കാണുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് അണ്ടർ പ്രിന്റിംഗ് ആണ്. തിങ്കളാഴ്ച പ്രിന്റിങ്ങിന് പോകുള്ളൂ. 7 ദിവസം പ്രിന്റ് ചെയ്യാനെടുക്കും. 7 ദിവസം പ്രിന്റ് ചെയ്യാനെടുക്കും. അത് കഴിഞ്ഞിട്ട് അതായത് ഒരു 10 ദിവസത്തിനകമേ അവിടെ എത്തുള്ളൂ. അതുവരെ നമ്മൾ PDF ഷെയർ ചെയ്ത് തരും. അത് വെച്ച് വർക്ക് ചെയ്യാനുള്ള അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് തരും. ഇപ്പം ഈ പറഞ്ഞ വാക്കുകളെല്ലാം ഇപ്പം നബത്ത, ഇത് മുകളിൽ നിന്ന് താഴോട്ട് എഴുതണം. വലതു ഭാഗത്ത് മാർജിൻ ഉണ്ടായിരിക്കണം. നമ്മുടെ നോട്ട്ബുക്കിൻ്റെ വലതു ഭാഗത്താണ് മാർജിൻ ഉണ്ടായിരിക്കുക. നബത്ത മുകളിൽ നിന്ന് താഴോട്ട് എഴുതണം. അറ്റ്ലീസ്റ്റ് 9 പ്രാവശ്യം ഉണ്ടായിരിക്കണം. ചുരുങ്ങിയത് 9 പ്രാവശ്യം ഉണ്ടായിരിക്കണം. സിംഗിൾ ലൈൻ നോട്ട്ബുക്കിലാണ് എഴുതുന്നതെങ്കിൽ ഒരു ലൈൻ വിട്ടിട്ടാണ് എഴുതേണ്ടത്. എല്ലാവരും വളരെ അടുത്ത് ഒരിക്കലും എഴുതാൻ പാടില്ല. ബ്രെയിനിൽ 100 ബില്യൺ സെല്ലുകളുണ്ട്. സോ ഞെക്കി എഴുതിയാൽ എന്താവും? നോളജ് കൺജസ്റ്റഡ് ആയി പോവും. അപ്പോൾ നോളജിന് എന്താവില്ല, വിശാലമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്പേഷ്യസ് ആയിട്ടാണ്, ഓർഗനൈസ്ഡ് ആയിട്ടാണ് എഴുതേണ്ടത്. എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് 10 എഴുതി, ഞാൻ പണ്ട് മദ്രസയിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ 10 പ്രാവശ്യം എഴുതാൻ പറയും. 10 പ്രാവശ്യം എഴുതാൻ 10 ഒരു വര എഴുതും. അങ്ങനെയല്ല, മുകളിൽ നിന്ന് താഴോട്ട് ഒറ്റ ലൈൻ, ഒരു റോ, ഒരു കോളം മുകളിൽ നിന്ന് താഴോട്ട് എഴുതുക. നബത്ത. അടുത്ത കോളത്തിൽ ന്യൂ ബീറ്റ മുകളിൽ നിന്ന് താഴോട്ട് എഴുതുക. അടുത്ത കോളത്തിൽ മുകളിൽ നിന്ന് താഴോട്ട് എഴുതുക. അതേപോലെ
സുബിത. അപ്പൊ നമ്മൾ ഏതെല്ലാം വേർഡ്സ് ആണോ പഠിച്ചത് അതെല്ലാം മുകളിൽ നിന്ന് താഴെ വരെ എഴുതണം. അതേപോലെ വവ്വൽ സിമ്പിൾ പഠിച്ചു, വവ്വൽസ് പഠിച്ചു. ബ ബി ബു, ത തി തു, സ സി സു. അപ്പൊ അതും മുകളിൽ നിന്ന് താഴോട്ട് വരെ എഴുതണം. അതിന്റെ എല്ലാ അക്ഷരവും ബ ബി ബു ത തി തു സ സി സു ന നി നു എല്ലാം മുകളിൽ താഴെ വരെ എഴുതണം. ഇത്രയും സമയം അടുത്ത പ്രാവശ്യം ഉണ്ടാവില്ല. അടുത്ത പ്രാവശ്യം എനിക്ക് കുറച്ചുകൂടെ എൻഗേജ്ഡ് ആയിരിക്കും. നെക്സ്റ്റ് സെഷൻ അടുത്ത ഉടനെ ആരംഭിക്കും. ഇന്ന് കുറച്ച് ഫ്രീ ടൈം ഉള്ളതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ടൈം എടുത്തതാണ്. അടുത്ത പ്രാവശ്യം കറക്റ്റ് ഷാർപ്പ് 1 hour ആയിരിക്കും. 7:15 മുതൽ 8:15 വരെ. അതിന് മുമ്പ് നമ്മൾ 15 മിനിറ്റ് മുമ്പ് നിങ്ങൾ പറയാൻ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് മുമ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താലേ സിസ്റ്റം 15 മിനിറ്റ് ശേഷം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ 7:15 നമുക്ക് കൊണ്ടൊന്നും ഓൺ ചെയ്യാൻ പറ്റില്ല. 7 മണിക്ക് ഓൺ ചെയ്ത് വർക്ക് ചെയ്താലേ നമുക്ക് 7:15 കറക്റ്റായിട്ട് സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതേപോലെ നിങ്ങളും കറക്റ്റായിട്ട് ജോയിൻ ചെയ്യണം. പ്ലാൻഡ് ആയിരിക്കണം. ഇപ്പം നിങ്ങൾ പഠിച്ച കാര്യങ്ങളല്ലേ, പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം? ബ്ലാക്ക് പെൻ വെച്ചാണ് എഴുതുന്നതെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്ത് കളർ ചെയ്യണം. ഹൈലൈറ്റ് ചെയ്ത് കളർ ചെയ്യണം. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? പേപ്പർ വാങ്ങിക്കണം. ഈ ചാർട്ട് പേപ്പർ വാങ്ങിയിട്ട് ചെറുതാക്കണം, ചെറിയ പീസസ് ആക്കണം. ചെറിയ പീസ് ചാർട്ട് പേപ്പർ, A4 സൈസ് പേപ്പർ അല്ല, ചാർട്ട് പേപ്പർ വാങ്ങിക്കണം. ലോക്ക്ഡൗൺ ആണെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ഈ സാധനം കിട്ടും. സൂപ്പറായിട്ട് അവിടെ അവൈലബിൾ ആയിരിക്കും സൂപ്പർ മാർക്കറ്റിൽ. ചാർട്ട് പേപ്പർ കട്ടിയുള്ള പേപ്പർ ആയിരിക്കും. ചാർട്ട് പേപ്പർ വാങ്ങിയിട്ട് ഈ പറയുന്ന പോലെ വർക്ക് ചെയ്താൽ കറക്റ്റ് വർക്ക് ആയിരിക്കും. 20 days നിങ്ങൾ ഖുറാൻ ഫ്ലുവൻ്റ് ആയിട്ടായിരിക്കും വായിക്കുന്നത്. അതല്ല നിങ്ങൾ ഒരു 10 രൂപ ഇനിയിപ്പോൾ ചാർട്ട് പേപ്പർ വാങ്ങിക്കാൻ പോകുന്നത്, ഇനി അവിടെ പോകണം, മെനക്കേടാണ്. അവിടെ സൂപ്പർ മാർക്കറ്റ് അന്വേഷിച്ച് പോകണം. സാധാരണ ഷോപ്പിലൊന്നും ഇല്ല, ബുക്ക് സ്റ്റാളൊന്നും വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെയല്ല, നമ്മൾ ബി പ്രോ ആക്റ്റീവ്. എപ്പോഴും എന്തായിരിക്കണം? പ്രോ ആക്റ്റീവ് ആയിരിക്കണം, ക്രിയേറ്റീവ് ആയിരിക്കണം, പ്രോ ആക്റ്റീവ് ആയിരിക്കണം. പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സകലവിധ അഡ്ജസ്റ്റ്മെൻറ്റും അറേഞ്ച്മെൻറ്റും മെത്തേഡും സിസ്റ്റം അനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് വാങ്ങിക്കുന്നു, പേപ്പർ വാങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു? ചെറിയ പീസസ് ആക്കുമ്പോൾ എത്ര വലിപ്പം വേണം പീസിന്? അപ്പോൾ നമ്മൾ A4 സൈസിൻ്റെ വലിപ്പം എടുക്കാം. A4 സൈസ് പേപ്പർ, അതിനെ ഒരു മടക്കി, അപ്പോൾ A5 ആവും എന്നാണ് പറയുന്നത്. A5 4നെ മടക്കിയാൽ 5 ആവും. അതിനെ മടക്കി അതിനെന്ത് ചെയ്യുക? ഒന്നുകൂടെ മടക്കുക. അപ്പോൾ A6 ആവും. 5നെ A5നെ മടക്കിയാൽ A6 ആവും. തിരിഞ്ഞത് ഇത്ര വലിപ്പം വേണം. A6നെ A4നെ 4ആയിട്ട് മടക്കിയാൽ 2 പ്രാവശ്യം മടക്കുക. ഒരു മടക്കുക, പിന്നെ ഒരു മടക്കം കൂടെ മടക്കിയാൽ A6 കിട്ടും. ഇത്രയും വലിപ്പം അറ്റ്ലീസ്റ്റ് വേണം. എന്ത് ചെയ്യണം? All the students listen. 10, 10, 11, 12, 13, 15 വയസ്സായ കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുക. എന്താ ചെയ്യേണ്ടത്? കറക്റ്റായിട്ട് ഇത് വർക്ക് ചെയ്യണം. ഇത് വർക്ക് ചെയ്തെങ്കിലേ എന്ത് ചെയ്യുള്ളൂ? കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ ഇപ്പം 20 ദിവസം കൊണ്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. ഈ 20 ദിവസം കൊണ്ട് പഠിക്കുക എന്ന് പറയുന്നത് നമ്മൾ 2 വർഷത്തെ കോഴ്സാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ സ്കൂളിൽ പോയാൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും സെക്കൻഡ് സ്റ്റാൻഡേർഡിലും പഠിക്കുന്ന, മദ്രസയിൽ പോയാൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും സെക്കൻഡ് സ്റ്റാൻഡേർഡിലും പഠിക്കുന്ന കോഴ്സ് രണ്ടും കൂടെ മെർജ് ചെയ്തിട്ടാണ് നമ്മൾ വിതിൻ 20 hours 20 days പഠിപ്പിക്കുന്നത്. അപ്പോൾ 20 hours നമ്മൾ ഇൻട്രൊഡക്ഷൻ, വിശദീകരണം, എക്സ്പ്ലനേഷൻ എല്ലാം കൂടെ ചേരുമ്പോഴത്തേക്ക് 1.5 മണിക്കൂർ ഒരു ആവറേജ് ക്ലാസ് ഉണ്ടാവും സാധാരണ രീതിയിൽ വരുമ്പോൾ. അപ്പോൾ ഈ 2 വർഷം കൊണ്ട് പഠിക്കുന്നത് 20 days കൊണ്ട് പഠിച്ചാൽ എന്താവും? പെട്ടെന്ന് ചൂടാകുന്നത് എന്താവും? പെട്ടെന്ന് തണുക്കും അല്ലേ? അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ നോളജ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇല്ലാതാവും. അതുകൊണ്ട് എന്ത് ചെയ്യണം? കൂടുതൽ വർക്ക് ചെയ്യണം, നന്നായിട്ട് വർക്ക് ചെയ്യണം, പറയുന്ന വർക്കുകളെല്ലാം ചെയ്തിരിക്കണം. അപ്പോഴെന്താവും? അത് അവിടെ സ്ട്രോങ് ആയിട്ടിരിക്കും. അതല്ലെങ്കിൽ അവിടെ സ്ട്രോങ് ആയിട്ടിരിക്കില്ല, പറന്നു പോകും. നോളജ് ഇങ്ങോട്ട് കിട്ടും, അതേപോലെ പറന്നു പോകും. കാരണം 2 ചെവി എന്താ വെച്ചേക്കെന്ന് അറിയാമോ? ഇതിലേ കൂടെ അബ്സോർബ് ചെയ്ത് ഇതിലേ കൂടെ കളയും. അതല്ല, അത് മുകളിലേക്കും താഴേക്കും പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കേൾക്കുന്ന സംഗതി തലച്ചോറിലേക്കും ഹൃദയത്തിലേക്കും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ആക്ടിവിറ്റി എല്ലാം ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്പർ 1 എന്ത് ചെയ്യുന്നു? നിങ്ങൾ 4 പേപ്പർ, 4 എന്തൊക്കെ എഴുതണം? ഒരു പീസിൽ ബ വലുതായിട്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ചാർട്ട് പേപ്പർ അവിടെ തന്നെ ചാർട്ട് പെൻ കിട്ടും കേട്ടോ. ചാർട്ട് പേപ്പറും കിട്ടും, ചാർട്ട് പെൻ കിട്ടും. ചിസൽ ടിപ്പായിരിക്കും ചാർട്ട് പെന്നിന്. ചാർട്ട് പെന്നിന് വീതി ഉണ്ടാവും കേട്ടോ. റൗണ്ട് ടിപ്പ് ആയിരിക്കില്ല, വീതി ഉണ്ടാവും. റൗണ്ട് ടിപ്പ് എന്ന് പറയുമ്പോൾ അതിന് 0.75 mm ഒക്കെ ആയിരിക്കും പറയുക. മറ്റത് വീതി ഉണ്ടാവും. അതിന് വീതിയുള്ള പെന്ന് വാങ്ങിക്കണം. വീതിയുള്ള പെന്ന് വാങ്ങിയിട്ട് ഇത് എഴുതണം. വലിയ അക്ഷരത്തിൽ ബ എഴുതി. അടുത്തതിൽ ബി, ബു. അപ്പോൾ എന്തായി?
എത്ര പേപ്പറായി? അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ടേബിൾ നിറച്ച് ഡൈനിങ് ടേബിളിൽ എവിടെയെങ്കിലും എന്ത് ചെയ്യാം, എഴുതി വയ്ക്കുക. അല്ലെങ്കിൽ പോട്ടെ, നന്ദി ചുരുങ്ങിയത് ഒരക്ഷരത്തിന് ഒരു കാർഡ്. അപ്പം എന്തായി? ബ ഒരു കാർഡ്. രണ്ടാമത്തെ കാർഡിൽ എന്ത് ചെയ്യുന്നു? ട. മൂന്നാമത്തെ കാർഡിൽ സ. നാലാമത്തെ കാർഡിൽ ന. ഓക്കെ, 4 കാർഡ്, 4 കാർഡ്സ്. ഇടയ്ക്ക് ശബ്ദം ഉണ്ടാക്കിയാൽ ഞാൻ മൈക്ക് ഓഫ് ചെയ്തു കേട്ടോ. 4 കാർഡായി. അഞ്ചാമത്തെ കാർഡിൽ എന്താ എഴുതേണ്ടത്? അഞ്ചാമത്തെ കാർഡിൽ എഴുതേണ്ടത് ബ ബി ബു, സെപ്പറേറ്റ് ബോട്ട്. ബ ബി ബു. ആറാമത്തെ കാർഡിൽ ത ടി ടു. ഏഴാമത്തെ കാർഡിൽ സ സി സു. എട്ടാമത്തെ കാർഡിൽ ന നി നു. വലുതായിരിക്കണം, ജയന്റ്. അടുത്ത കാർഡിൽ നെബറ്റ. അടുത്ത കാർഡിൽ സെബറ്റ. രണ്ടും 10 കാർഡായി. 9ാമത്തെ കാർഡിൽ 11ാമത്തെ കാർഡിൽ നുബീറ്റ. 12ാമത്തെ കാർഡിൽ സുബീറ്റ. 13ാമത്തെ കാർഡിൽ ടബീന. ഓക്കെ, ഇത്രയും കാർഡ് സെപ്പറേറ്റ് എഴുതണം. എഴുതിയിട്ട് എന്ത് ചെയ്യുക? എവിടെയെങ്കിലും നിങ്ങൾ ഡൈനിങ് ടേബിളിൽ നിരത്തിയിടുക. നിരത്തിയിട്ടിട്ട് ഫോൺ കൊണ്ട് കോപ്പി എടുക്കുക, വാട്സപ്പ് ഗ്രൂപ്പിൽ അയക്കുക. ഓക്കെ, വാട്സപ്പ് ഗ്രൂപ്പിൽ പഠനമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ വാട്സപ്പ്, ഞാൻ ഫീസ് കൊടുത്തു അതിൻ്റെ റെസിപ്റ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ സംബന്ധമായ ഒരു കാര്യങ്ങളും ഗ്രൂപ്പിലില്ല. ഗ്രൂപ്പ് ഇപ്പോൾ ലോക്കായിരിക്കും, ഞാനത് ഓൺ ചെയ്യും, അത് അൺലോക്ക് ചെയ്യും. അപ്പോൾ ഗ്രൂപ്പിൽ ഇതാണ് ചെയ്യേണ്ടത്. ഒന്ന് കോപ്പി എഴുതുക, കോപ്പി എഴുതിയതിൻ്റെ കോപ്പി എടുത്ത് വാട്സപ്പിൽ ഇടുക. രണ്ടാമത് നമ്മൾ കാർഡ് ഉണ്ടാക്കി, കാർഡ് ഇത്രയും ഉണ്ടാക്കിയിട്ട് ബഹുവർണ്ണ കളേഴ്സ് ആയിരിക്കും, ബഹുവർണ്ണ കാർഡായിരിക്കണം. പല കളറിലുള്ള കാർഡ് ഉണ്ടാക്കാം. പല കളറിൽ എന്ത് ചെയ്യാം, ഒരു കളർ വെച്ച് എഴുതിയിട്ട് പല കളർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്യാം, പല കളർ കൊണ്ട് എഴുതാം. അങ്ങനെ മൾട്ടി കളേഴ്സ് ഉപയോഗിക്കാം, വ്യത്യസ്ത കളറുകൾ ഉപയോഗിക്കുക. അപ്പോൾ വ്യത്യസ്ത കളർ ഉപയോഗിച്ചു ഡൈനിങ് ടേബിളിൽ നിരത്തിയിട്ടിട്ട് അല്ലെങ്കിൽ ഫ്ലോറിൽ നിരത്തിയിട്ട് എന്ത് ചെയ്യുക, ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മൾ സ്ട്രോങ് ആയിട്ട് പഠിക്കുന്നു, സ്ട്രോങ് ആയിട്ട് ഉറപ്പിച്ച് നിർത്തുന്നു. ഖുർആൻ 20 ദിവസത്തിനകം ഖുർആൻ വായിക്കുന്നു. ബില്ലാഹി തൗഫീഖ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, സംശയം ഉണ്ടോ? നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഒരുപാട് സമയമായി. ഇന്ന് ഇത്രയും സമയം അടുത്ത പ്രാവശ്യം ഉണ്ടാവില്ല എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ സ്വാലിഹായ അമലായി നല്ല ഒരു പ്രവർത്തനയായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ നിന്നും വന്നുപോയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പി തരുമാറാകട്ടെ. നമ്മൾ നിന്നും മരിച്ചുപോയവർക്ക് അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും ജീവിച്ചിരിക്കുന്നവർക്ക് അവരുടെ ആയുസ്സും ആരോഗ്യവും അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. നാഥ, ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് നീ മാറ്റിത്തരണം തമ്പുരാനെ. രോഗമായിരുന്നാലും ജോലിയുടെ പ്രശ്നങ്ങളായിരുന്നാലും ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നാലും അത്തരം പ്രശ്നങ്ങളെല്ലാം നീ പരിഹരിച്ച് ഇന്ന് ഇന്ത്യ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ, സാംസ്കാരിക പ്രശ്നങ്ങൾ, ധാർമ്മിക പ്രശ്നങ്ങൾ, അതേപോലെ സാമുദായിക പ്രശ്നങ്ങൾ, വർഗീയ പ്രശ്നങ്ങൾ, ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ. ഇതൊന്നുമില്ലാത്തൊരു നല്ല നാടാക്കി നമ്മുടെ നാടിനെ നീ മാറ്റണം തമ്പുരാനെ. അതേപോലെ മുസ്ലിങ്ങളായതിൻ്റെ പേരിൽ ബഹിഷ്കരിക്കുന്ന, മർദ്ദിക്കുന്ന, അതല്ലെങ്കിൽ അതുപോലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, അടിച്ചമർത്തലുകളുടെ അല്ലെങ്കിൽ ദുർഭരണങ്ങളുടെ, ആവശ്യമില്ലാത്ത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും മാറ്റി നല്ല ഭരണകർത്താക്കളെ ഞങ്ങൾക്ക് നീ നൽകണം തമ്പുരാനെ. അതേപോലെ ഇസ്ലാമിനെ വിവരിച്ചുകൊണ്ടിരിക്കുന്ന, പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന പലരുമുണ്ട്. അവർക്കെല്ലാം ഇസ്ലാമിൻ്റെ, ഖുർആന്റെ വെളിച്ചം അവരുടെ ഹൃദയത്തിലേക്ക് കടത്തി അവരുടെ ഊർജം ഇസ്ലാമിനെ ഉപയോഗപ്പെടുന്ന രീതിയിൽ അവരെ മാറ്റണം തമ്പുരാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനത വഖിനാ അസാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് നന്ദി. അതേപോലെ നമ്മുടെ ക്ലാസ് സശ്രദ്ധം അവസാനം വരെ കേട്ടതിന് നന്ദി. അതേപോലെ
കോഴ്സ് ക്ലാസ് സെഷൻ പലപ്പോഴും ഇൻ്റർനെറ്റിൻ്റെയും പല പ്രശ്നങ്ങളും ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. വൈദ്യുത പ്രവാഹത്തിൻ്റെ പ്രശ്നം എല്ലാം അങ്ങനെയൊന്നും പ്രശ്നങ്ങളില്ലാതെ വളരെ ലളിതമായി നടന്നതിൽ അള്ളാഹുവിന് സ്തുതി അർപ്പിക്കുന്നു. ആഖിറു ദഅ്വായ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സെഷൻ ഇവിടെ ക്ലോസ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.